+1 ഫിസിക്സിലെ സെക്കൻഡ് ടേം എക്സാമിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ടോപ്പിക്കും അല്ലെങ്കിൽ എക്സാമിന് 100% ചോദിക്കുമെന്ന് ഉറപ്പുള്ള സെക്ഷൻസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് വരാം. നമ്മുടെ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ തെർമോഡൈനാമിക്സിൽ ഒരു 3 മുതൽ 4 മാർക്ക് അല്ലെങ്കിൽ നിയർലി ഒരു 5 മാർക്കിൻ്റെ ഉള്ളിലായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കാം. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ തെർമോഡൈനാമിക്സ് ലോസുകളും വർക്ക് ഡൺ ബൈ ദി പ്രോസസ്സുകളും അവ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ ചെയ്യുന്ന വർക്കുകളും PV ഗ്രാഫുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുള്ളതും ഈ പ്രാവശ്യവും അവിടെ നിന്ന് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസുകളും. നമുക്ക് നോക്കാം. ഒന്നാമത് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇഫ് പ്രഷർ ആൻഡ് വോള്യൂം ഈസ് ഹാഫ്ഡ് ദെൻ വാട്ട്സ് ദ വാല്യൂ ഓഫ് ടെമ്പറേച്ചർ. പ്രഷറും വോള്യൂവും ഹാഫ് ആണ് സമയത്ത് ടെമ്പറേച്ചർ എന്തായിരിക്കും? കൃത്യമായിട്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അല്ലെങ്കിൽ PV ഈസ് ഈക്വൽ ടു NRT എന്ന ഇക്വേഷനിൽ നിന്ന് അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നോക്കണേ, പ്രഷർ ഹാഫായി വോള്യൂം ഹാഫായി ആ സമയത്ത് പുതിയൊരു ടെമ്പറേച്ചറാണ് നമുക്ക് ഫോം ചെയ്യുന്നത്. അങ്ങനെ നോക്കി വളരെ കൃത്യമായിട്ട് പറയാം, PV എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ T ഡാഷ് ഈസ് ഈക്വൽ ടു 1/4 ഓഫ് ദി ഇനീഷ്യൽ ടെമ്പറേച്ചർ. അപ്പോൾ ഇനീഷ്യൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചറിൻ്റെ 1/4 ആയിട്ട് കുറയും എന്നുള്ളതാണ്. അടുത്ത് നോക്കണേ, റൈറ്റ് ദി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈസ് ഈക്വൽ ടു NKBT അല്ലെങ്കിൽ PV ഈസ് ഈക്വൽ ടു NRT. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഐഡിയൽ തെർമോഡൈനാമിക് പ്രോസസ് വേർ T ടെമ്പറേച്ചർ ക്യാൻ ചേഞ്ച് വിത്തൗട്ട് ഹീറ്റ് ചേഞ്ച്. വേഗം പോയിട്ട് തെറ്റിക്കരുത്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാം വിത്തൗട്ട് ഹീറ്റ് ചേഞ്ച് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹീറ്റ് ചേഞ്ച് ഇല്ല എങ്കിൽ അത് തീർച്ചയായിട്ടും അഡിയബാറ്റിക് പ്രോസസ് ആണ്. മറ്റൊന്ന്, വിൽ ഓപ്പണിംഗ് ദി റെഫ്രിജറേറ്റേഴ്സ് ഡോർ കൂൾ എ ക്ലോസ്ഡ് റൂം. ഒരു അടച്ചിട്ട റൂമിൽ റെഫ്രിജറേറ്ററിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ആ റൂമിനെ കൂൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരിക്കലും കഴിയില്ല. ഒരിക്കലും നമ്മൾ കഴിയുമെന്ന് വിചാരിക്കരുത്. നോ. കാരണം ആ റെഫ്രിജറേറ്റർ ഒരു ഹീറ്റ് ആ സിസ്റ്റത്തിൻ്റെ ഔട്ട്സൈഡിലേക്ക് പുറന്തള്ളുന്നുണ്ട്. അപ്പോൾ അവിടെ ഹീറ്റ് കൂടിക്കൊണ്ടിരിക്കുക ചെയ്യുക. അപ്പോൾ ഒരിക്കലും ആ റൂമിനെ നമുക്ക് തണുപ്പിക്കാൻ സാധ്യമല്ല. നോക്കണേ, തെർമോഡൈനാമിക് ലോസുകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഭാഗമാണ്. നോക്കണേ, പ്രധാനമായും 3 ലോസുകളാണുള്ളത്. ഒന്ന്, 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എ എന്ന് പറഞ്ഞ സിസ്റ്റം ബി എന്ന സെക്കൻഡ് സിസ്റ്റത്തിനോട് തെർമലി ഇക്വിലിബ്രിയത്തിലാവുന്നു. ബി എന്ന് പറഞ്ഞ അതേ സിസ്റ്റം മൂന്നാമതൊരു സിസ്റ്റവുമായിട്ട് ഇക്വിലിബ്രിയത്തിലാകുന്നു. അങ്ങനെയാണെങ്കിൽ എയും സിയും തെർമലി ഇക്വിലിബ്രിയത്തിലായിരിക്കും. തെർമലി ഇക്വിലിബ്രിയത്തിലാവുക എന്ന് പറഞ്ഞാൽ അവരുടെ ടെമ്പറേച്ചേഴ്സുകൾ ഈക്വൽ ആവുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലോ, 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ പറയുന്നത്, ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കംപ്ലീറ്റ്നെസ് ആയിട്ട് ഹീറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ആ ഉള്ളിലുണ്ടാകുന്ന മോളിക്യൂൾസിൻ്റെ ഇൻ്റേണൽ എനർജിയും ആ ഇൻ്റേണൽ എനർജി കൂടുന്നതിൻ്റെ കാരണമായിട്ട് അവരൊരു വർക്ക് ചെയ്യുന്നതുമായിട്ട് കാണപ്പെടുന്നു. ആ കൊടുക്കുന്ന ഹീറ്റ് ഇൻ്റേണൽ എനർജി പ്ലസ് വർക്കായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോട്ട് സെക്കൻഡ് ലോ ഒരു 2 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് പറയുന്നത്. ഒന്ന്, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹം പറയുന്നത്, ഒരു കംപ്ലീറ്റ് ഹീറ്റ് ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് വർക്ക് ആക്കാൻ സാധ്യമല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺവേർട്ട് കംപ്ലീറ്റ് ഹീറ്റ് ഇൻ ടു വർക്ക്. അതുകൊണ്ടാണ് വാഹനങ്ങളുടെ എഞ്ചിനിൽ ഒരു പോക്കോയിൽ, കാരണം അവിടെ കുറേ ഹീറ്റ് എനർജി പുറത്തേക്ക് പുറന്തള്ളുന്നുണ്ട്. ഒരിക്കലും ആ പെട്രോൾ അപ്ലൈ ചെയ്ത് അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ വാഹനത്തിന് വർക്കാക്കാൻ സാധ്യമല്ല. അത് നമ്മുടെ ആപ്പിൽ ക്ലാസ് എടുത്ത സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, അടുത്തത് നമ്മുടെ അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ക്ലോസസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഫ്ലോ ഹീറ്റ് ഫ്രം കോൾഡ് ടു ഹോട്ട് സർഫസ്. ഒരിക്കലും ഒരു തണുത്ത ഭാഗത്ത് നിന്ന് ഹോട്ടായ ഭാഗത്തേക്ക് ലോ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് ഹൈ ടെമ്പറേച്ചർ ബോഡിയിലേക്ക് ഹീറ്റിന് ഫ്ലോ ചെയ്യാൻ സാധ്യമല്ല. നോക്കണേ, ഇനി തെർമോഡൈനാമിക് പ്രോസസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. കാരണം ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ 2 മാർക്കിന് 3 മാർക്കിന് ചോദിക്കാൻ പറ്റാവുന്ന ഒരു ഗുഡ് സെക്ഷനാണ് ഈ കാണുന്നത്, തെർമോഡൈനാമിക് പ്രോസസ്. ഫസ്റ്റ് വൺ, ഐസോബാറിക് പ്രോസസ്. നമുക്കറിയാം പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ് ഐസോബാറിക് എന്ന് പറയുന്നത്. പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ PV ഗ്രാഫ് ഇങ്ങനെയാണ്. കാരണം ഹിയർ പ്രഷർ ഈസ് എ കോൺസ്റ്റന്റ്. മറ്റൊന്ന് ഓർത്തിരിക്കേണ്ടത് വർക്കിൻ്റെ ഇക്വേഷൻ ആണ്. വർക്ക് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ PdV.
ശ്രദ്ധിക്കണേ, പ്രഷർ കോൺസ്റ്റന്റ് ആണ്, പ്രഷറിന് ഇന്റഗ്രേഷൻ പുറത്തെടുക്കുന്നു. ബാക്കി 1 dV, 1 ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വി ചെയ്യുമ്പോൾ ആൻസർ വി ആയിരിക്കെ. ഓക്കെ, ഇനി ലിമിറ്റ് കൊടുക്കുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ പി ഇൻറ്റു V2 മൈനസ് V1 അഥവാ പി ഡെൽറ്റ വി എന്ന് പറയാം. ഇതിന് മറ്റൊരു ഫോമിലും കൂടി പറയാം. ഈ പ്രഷറിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ PV2 മൈനസ് PV1, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി എന്ന് പറഞ്ഞാൽ NRT അല്ലേ. അപ്പോൾ PV2 എന്നാൽ NRT2, PV1 എന്നാൽ NRT1. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ NRT2 മൈനസ് NRT1, അവിടുന്ന് NRനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. സോ NR ഡെൽറ്റ ടി ഇസ് ദി വർക്ക് ഇക്വേഷൻ. രണ്ടും അഡിയബാറ്റിക് പ്രോസസ് ഐസോബാറിക്കിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മറ്റൊന്ന് ഓർത്തിരിക്കുക, ഐസോകോറിക് പ്രോസസ് ആണ്. ഐസോകോറിക് മീൻസ് വോളിയം കോൺസ്റ്റന്റ്. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ആണ്. പ്രഷർ കൂടുന്തോറും ടെമ്പറേച്ചർ കൂടും, പ്രഷർ കുറയുന്തോറും ടെമ്പറേച്ചർ കുറയും. അങ്ങനെയാണെങ്കിൽ പി വി ഗ്രാഫ് വോളിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാഫാണ്. മറ്റൊന്ന് ഓർത്തിരിക്കേണ്ടത് വർക്കിന്റെ ഇക്വേഷൻ ആണ്. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ വർക്ക് വിൽ ഓൾവേസ് 0 ആണ്. മറ്റൊന്ന് ഐഡിയൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, വർക്ക് 0 ആണ്. അപ്പോൾ നമ്മൾ ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ആ മോളിക്യൂൾസിന്റെ ഇന്റൽ എനർജി ആയിട്ട് മാറും എന്നുള്ളതാണ്. അത് കാരണം ഒരു വർക്ക് ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. മറ്റൊന്ന് ഐസോതെർമൽ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കാണ്. ഒന്ന് ഐസോതെർമലും അഡിയബാറ്റിക് പ്രോസസ്സും, അതിൻ്റെ വർക്ക് ഡൺ ഇക്വേഷൻസ്. നോക്കൂ, ഐസോതെർമലിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണ്. പ്രഷർ കൂടുന്തോറും വോളിയം കുറയാ ചെയ്യുക. അപ്പോൾ അതിൻ്റെ റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് ഗ്രാഫാണ് പി വി ഗ്രാഫ് ഉള്ളത്. പ്രഷർ ആ വോളിയം കൂടുന്തോറും പ്രഷർ കുറയണം. അങ്ങനെങ്കിൽ ഇവിടെ നോക്കണേ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെൽറ്റ യു 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് പ്രകാരം ഒരു ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന കംപ്ലീറ്റ് ഹീറ്റും അവിടെ വർക്കായിട്ടാണ് മാറുന്നത്. മറ്റൊന്ന് വർക്കിന്റെ ഇക്വേഷൻ, ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത്. വർക്ക് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ പി ഡി വി ആണ്. പക്ഷെ ഇവിടെ പ്രഷർ എന്ന് പറഞ്ഞാൽ NRT/V. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം പി വി ഈസ് ഈക്വൽ ടു NRT. അപ്പോൾ പി എന്നാൽ NRT/V. ക്ലിയർ? ഇവിടെ കോൺസ്റ്റന്റ് ടേം ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, N നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ് ആണ്, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് ടേമുകൾ ഇന്റഗ്രേഷൻ പുറത്തെടുക്കുന്നു. ബാക്കി 1/V/dV. 1/V/dVന്റെ ഇന്റഗ്രൽ ലോഗ് മോഡ് എക്സ് ആണ്, തെറ്റിക്കരുത്. അല്ലെങ്കിൽ ലാൻ എക്സ് എന്ന് പറയാം. ഓക്കെ, നാച്ചുറൽ ലോഗരിതം വെച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ലാൻ വി. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം. അപ്പൊ ലാൻ V2 മൈനസ് ലാൻ V1. അങ്ങനെയാണെങ്കിൽ ലോഗ് എ മൈനസ് ലോഗ് ബി എന്നാൽ ലോഗ് A/B ആണല്ലോ. അപ്പോൾ നാച്ചുറൽ ലോഗരിതം എ മൈനസ് നാച്ചുറൽ ലോഗരിതം ബി എന്ന് പറഞ്ഞാലും അതിനെ ലാൻ A/B എന്ന് പറയാം. സോ ഇസ് ദി വർക്ക് ഡൺ ബൈ ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ കിട്ടുന്നു. NRT ലാൻ V2/V1. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് പഠിച്ചിരിക്കണേ. ഈ എക്സാമിന് ഈ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ഒരു 90% സാധ്യത കാണുന്നുണ്ട്. നോക്കാം. മറ്റൊന്ന് അഡിയബാറ്റിക് പ്രോസസ് ആണ്. അഡിയബാറ്റിക് പ്രോസസിന്റെ പ്രത്യേകത നോ ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യൂല. അപ്പോൾ ഡെൽറ്റ ക്യൂ 0 ആണെങ്കിൽ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് പ്രകാരം ഇന്റർ എനർജി നെഗറ്റീവ് ഓഫ് വർക്ക് ആയിട്ട് മാറുന്നു. നോക്കൂ, ഇവിടെ നമുക്ക് ശ്രദ്ധിക്കണേ. അഡിയബാറ്റിക് പ്രോസസിന്റെ പ്രത്യേകത പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഇവ 3ഉം വേരിയബിളാ. 3 മാറും. അത് 3 മാറുന്നത് മാത്രമല്ല, ഇത് സഡൻ പ്രോസസ്സ്, വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സുമാണ്. അത് 3ഉം വേരിയബിൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ 3 ഡിഫറെന്റ് ഇക്വേഷൻസ് പറയാം. ഒന്ന് PV റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്, ഇതാണ് പ്രഷർ വോളിയം റിലേഷൻ. മറ്റൊന്ന് TV റേസ് ടു ഗാമ മൈനസ് 1 ഈസ് എ കോൺസ്റ്റന്റ്, ഇതാണ് TV റിലേഷൻ. ഇനി മറ്റൊന്ന് PV റിലേഷൻ, P റേസ് ടു ഗാമ V റേസ് ടു 1 മൈനസ് ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. ഇങ്ങനെ 3 റിലേഷൻസ് ഉണ്ട്. ഓക്കെ, ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനൊക്കെ ആയിട്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നോക്കണേ, അതിന്റെ PV ഗ്രാഫ് എന്നാൽ റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്. അങ്ങനെയെങ്കിൽ ഇനി കൃത്യമായിട്ട് മനസ്സിലാക്കണേ വർക്കിന്റെ ഇക്വേഷൻ ഇന്റഗ്രൽ PdV. പ്രഷർ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം പ്രഷറും വോളിയവും ടെമ്പറേച്ചറും വേരിയബിളാണ്. അപ്പൊ ഇതിന് നമ്മൾ ഇവിടെ PV റിലേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. PV റേസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റിനെ K എന്ന് വിളിക്കുകയാണെങ്കിൽ പ്രഷർ എന്നാൽ K ഡിവൈഡഡ് ബൈ V റേസ് ടു ഗാമ അല്ലേ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. K കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രേഷൻ പുറത്തെടുത്തു. ഈ V റേസ് ടു ഗാമ ന്യൂമറേറ്ററിലേക്ക് പോകുന്ന സമയത്ത് V റേസ് ടു മൈനസ് ഗാമ. ഇത് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുക. X റേസ് ടു N, ഇന്റഗ്രേഷൻ X റേസ് ടു N പ്ലസ് 1 ഡിവൈഡ് ബൈ N പ്ലസ് മൈനസ് ഗാമന്റെ കൂടെ ഒന്ന് കൂട്ടുന്നു. ആ കൂട്ടിയിട്ട് കിട്ടുന്ന ആൻസർ നേരെ താഴെ എഴുതുക. ഇത് നോക്കണം കേട്ടോ. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി, വേറൊന്നുമില്ല. ഇത്
ഇതിന് എനിക്ക് 1 മൈനസ് ഗാമ എന്ന് പറയാം. അതിന് ഞാൻ പുറത്ത് എഴുതി. ഇനി ലിമിറ്റ് അപ്ലൈ, അപ്പർ ലിമിറ്റ് V2, അപ്പോൾ V2 റേസ് ടു 1 മൈനസ് ഗാമ, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് V1 റേസ് ടു 1 മൈനസ് ഗാമ. ആ കെനെ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കൂ, അപ്പോൾ കെ വി റേസ് ടു 1 മൈനസ് ഗാമനെ V2 റേസ് ടു 1 ഇൻറ്റു V2 റേസ് ടു മൈനസ് ഗാമ എന്ന് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എം പ്ലസ് എൻ. ക്ലിയർ ആണല്ലോ? ആ ഒരു ഫോമാറ്റിലേക്ക് അതിന് തിരിച്ചെഴുതി. ഇനി നോക്കണേ, കേക്ക് വാല്യൂ എടുക്കാൻ പോവാണേ. ഒന്ന് നമുക്കറിയാം, പി വി റേസ് ടു ഗാമ കോൺസ്റ്റന്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ P1 V1 റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ കിട്ടിയ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ കെന്റെ സ്ഥാനത്ത് ഇവിടെ V2 വന്നതുകൊണ്ട് അതിനെ P2 V2 റേസ് ടു ഗാമ എന്നും, ഇവിടെ 1 വരുന്നതുകൊണ്ട് ആ കേക്ക് P1 V1 റേസ് ടു ഗാമ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി നോക്കിയേ, V2 റേസ് ടു ഗാമയും V2 റേസ് ടു മൈനസ് ഗാമയും ക്യാൻസൽ ആയി പോകും. ക്ലിയർ? അതേപോലെ V1 റേസ് ടു ഗാമയും V1 റേസ് ടു മൈനസ് ഗാമയും ക്യാൻസൽ ആയി പോയി. ഈ കിട്ടുന്നതാണ് അഡിയബാറ്റിക് പ്രോസസിന്റെ വർക്കിന്റെ ഇക്വേഷൻ. ഇതും കറക്റ്റ് ഇക്വേഷൻ. ഇതുവരെ ചെയ്താൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി അതല്ലെങ്കിൽ ഇതിനൊന്നുകൂടി മാറ്റാം. നോക്കൂ, പി വി എന്ന് പറഞ്ഞാൽ NRT ആണ്. അപ്പോൾ P2 V2 എന്നാൽ NRT2 ആണ്. P1 V1 എന്നാൽ NRT1 ആണ്. ഈ രണ്ട് ടേമിലും NRനെ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇസ് അനദർ ഇക്വേഷൻ ഫോർ വർക്ക് ഡൺ ബൈ an adiabatic പ്രോസസ്. അപ്പോൾ ഇതിൽ ഈ രണ്ട് ഇക്വേഷൻ, അഡിയബാറ്റിക് പ്രോസസിന്റെയും ഐസോതെർമൽ പ്രോസസിന്റെയും വർക്കിന്റെ ഇക്വേഷൻസ് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിലേതെങ്കിലും ഒന്ന് നമ്മോട് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, ഇനി പിന്നീട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പി വി ഗ്രാഫ് എന്നൊരു പ്രോബ്ലം. ഞാൻ രണ്ട് ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല എങ്കിൽ പിന്നീട് ചോദിക്കുന്നത് പി വി ഗ്രാഫ് എന്നാണ്. ഒരു പി വി ഗ്രാഫ് തരും, ഉള്ളിൽ സൈക്കിളിക്ക് പി വി ഗ്രാഫ് എന്ന് വർക്ക് കാണാൻ പറഞ്ഞാൽ ഒന്നുമില്ല, അതിൻ്റെ ഉള്ളിലത്തെ ഏരിയ ആയിരിക്കും വർക്ക്. ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത്. അപ്പോൾ ഇവിടെ ലെങ്ത്ത് പറഞ്ഞാൽ V2 മൈനസ് V1 ഇതാണ് ലെങ്ത്ത്. അപ്പോൾ മൊത്തം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരത്തിൽ നിന്ന് ഇവിടെ നിന്ന് ഈ വരെ ദൂരം കുറക്കുക. അപ്പോൾ V2 മൈനസ് V1. ഇനി ഹൈറ്റ് എന്ന് പറഞ്ഞാൽ P2 മൈനസ് P1. വെറും ഏരിയ കണ്ടാൽ പോരാ, സൈൻ കൺവെൻഷൻ ശ്രദ്ധിക്കണം. ഇതിൻ്റെ അരം നോക്കൂ, ഇത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? ഇസ് എൻ ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ വർക്ക് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഒരു മൈനസ് ഇട്ട് കൊടുക്കണം. വെരി സിമ്പിൾ. പി വി ഗ്രാഫ് എന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ ഏരിയ കാണാം. സാധാരണ നമ്മോട് ചോദിക്കാൻ പോകുന്നത് റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളോ ആയിരിക്കും. ട്രയാങ്കിൾ ആണെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. വെരി ഈസി. ഏരിയ കണ്ടു കഴിഞ്ഞാൽ ഇനി ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് കൊടുക്കണേ. നോക്കുക, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇറ്റ്സ് ആൾവേസ് നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് വർക്ക് ഡൺ ബൈ എൻ പി വി ഗ്രാഫ്. ഓക്കെ, ഇനി ഒറ്റ കാര്യം ഓർത്തിരിക്കണേ, എഫിഷ്യൻസിൻ്റെ ഒരു ഇക്വേഷനും കൂടി. അപ്പോൾ കാർനോട്ട് സൈക്കിള് നമുക്കറിയാം, അവിടെ ഒരു 3 പ്രോസസ്സ്, ഐസോതെർമൽ എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ, അഡിയബാറ്റിക് കംപ്രഷൻ. ആ സമയത്ത് നമുക്കൊരു സൈക്ലിക് ഗ്രാഫ് കിട്ടാറുണ്ട്. ആ സൈക്ലിക് ഗ്രാഫ് നിന്ന് എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ ആണ് ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 ഡിവൈഡ് ബൈ T1. T1 T2 ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചുള്ള പ്രോബ്ലംസുകളും മേ ബി ചോദിക്കാം. അപ്പോൾ ഓർത്തിരിക്കുക, T1 T2 ക്വസ്റ്റ്യൻ തരും. അത് തന്ന് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് തന്നെ സോൾവ് ചെയ്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് എഫിഷ്യൻസി കാണാൻ പറ്റും. ഇൻറ്റു 100 ചെയ്താൽ പെർസെൻറ്റേജ് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ തെർമോഡൈനാമിക് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുകൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇനി നോക്കേണ്ടതാണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഇവിടെയും നമുക്കൊരു 4 മാർക്കോ അല്ലെങ്കിൽ 5 മാർക്ക് വരെയൊക്കെ മാക്സിമം ഇതിൽ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവാം. ഇതിന് വളരെ സിമ്പിൾ ടേംസ് അറിഞ്ഞിരിക്കേണ്ടത് നോക്കണേ. ഗ്യാസസ് ലോസുകൾ, തെർമൽ എക്സ്പാൻഷൻസുകൾ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അതുപോലെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത്. നമുക്ക് നോക്കാം, ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. നോക്കൂ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. കൺവേർട്ട് ദ ഐസ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ടു സ്റ്റീം പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു കെൽവിൻ ആൻഡ് ഫാരൻഹീറ്റ്. ഒന്നുമില്ല, 0 ഡിഗ്രി സെൽഷ്യസും 100 ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റിലേക്കും കെൽവിനിലേക്കും കൺവേർട്ട് ചെയ്യണം. ഇത്രയാണ് ഫസ്റ്റ് കൺവേർഷൻ. ചോദ്യം പ്രതീക്ഷിക്കാം, 1 മാർക്കിനോ 2 മാർക്കിനോ. വന്നു കഴിഞ്ഞാൽ വെരി സിമ്പിൾ ആണ്. നോക്കുക, 0 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ 273 ആഡ് ചെയ്താൽ മതി. അപ്പോൾ 0 പ്ലസ് 273, അപ്പോൾ 273 കെൽവിനാണ്. ഇനി ഫാരൻഹീറ്റിലേക്കാണ് മാറ്റുന്നതെങ്കിൽ ശ്രദ്ധിക്കണേ, 9/5 ഇൻറ്റു തന്ന ടെമ്പറേച്ചർ പ്ലസ് 32. ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇത് സിമ്പിൾ. അപ്പോൾ 9/5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/5 ഇവിടെ ടെമ്പറേച്ചർ 0 ആണ്. അപ്പോൾ 0 പ്ലസ് 32, അപ്പോൾ ഇത് 0 ആയിപ്പോയി. അപ്പോൾ ഇത് 32 ഫാരൻഹീറ്റ്. നോക്കി, 100 ഡിഗ്രി സെൽഷ്യസിനെ മാറ്റാം. അപ്പോൾ അതിനെ കെൽവിനിലേക്ക് മാറ്റാൻ ഒരു വെരി സിമ്പിൾ 273 കൊണ്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 373 കെൽവിൻ. ഇനി ഫാരൻഹീറ്റിലേക്കാണ് മാറ്റുന്നതെങ്കിൽ 9/5 ഇൻറ്റു തന്ന ടെമ്പറേച്ചർ 100 പ്ലസ് 32 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 180.
പ്ലസ് 32. സോ ആൻസർ ഈസ് 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ക്ലിയർ? ഇങ്ങനെ ഒന്ന് ഓർത്തിരിക്കണം. ഇതന്നെ ചോദിച്ചോളണമെന്നില്ല, വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും. ചിലപ്പോൾ 100ന് പകരം 120യോ 180യോ 60 ഡിഗ്രിയോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്കതിനെ കൺവേർട്ട് ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യനും ഒരുപോലെയാണ്. ഓക്കെ, ഇനി നോക്കണേ, ഗ്യാസസ് ലോവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻസുകൾ. ഒന്ന് പ്രോബ്ലം ചോദിക്കാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. നമുക്ക് പ്രധാനമായും 3 ഗ്യാസസ് ലോസുകളാണ്. ഒന്ന് ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേ-ലുസാക്സ് ലോ. നോക്കണേ, ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടെമ്പറേച്ചർ വിൽ ബിക്കം കോൺസ്റ്റന്റ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് ബോയിൽസ് ലോ ആണ്. പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ചാൾസ് ലോ ആണ്. ആൻഡ് വോള്യൂം കോൺസ്റ്റന്റ് ആണെങ്കിൽ യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ഗേ-ലുസാക്സ് ലോ. നോക്കണേ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണ്. ഇനിയോ ചാൾസ് ലോ പ്രകാരം വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ആണ്. ഗേ-ലുസാക്സ് ലോ ആണെങ്കിൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ആണ്. തെർമോഡൈനാമിക്സിൽ സെയിം തന്നെയാണ്. അങ്ങനെ അതിന്റെ PV ഗ്രാഫുകൾ നോക്കൂ. ഇവിടെ റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഈ കേസിൽ ചാൾസ് ലോയുടെ കേസിൽ വോള്യം മാറുന്നുണ്ട്, പക്ഷെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്, അവർ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതും ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഗ്യാസസ് ലോസുകൾ. ഓക്കെ, ഇത് നോക്കണേ, എക്സ്പ്ലെയിൻ അബൌട്ട് തെർമൽ എക്സ്പാൻഷൻ. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, തെർമൽ എക്സ്പാൻഷൻസുകൾ 3 രൂപത്തിലാണ്. ഒന്നുമില്ല, ഒരു ബോഡിയിൽ നമ്മൾ ഹീറ്റ് കൊടുത്തിട്ട് അതിന് എക്സ്പാൻഷൻ നടക്കുക. നമ്മൾ പല ആയുധങ്ങൾ ഉണ്ടാക്കാറുണ്ട്, കത്തി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാ, ഒരു മെറ്റൽ എടുത്ത് അതിനെ ചൂടാക്കി. അപ്പോൾ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത് കൂടും, ഏരിയ കൂടും. അങ്ങനെ നമുക്ക് എങ്ങനെയാണോ ആവശ്യമുള്ളത് ആ രൂപത്തിലേക്ക് അതിനെ മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ തെർമൽ എക്സ്പാൻഷൻ, ഹീറ്റ് കൊടുത്ത് എക്സ്പാൻഡ് ചെയ്യുന്ന രീതികൾ 3 എണ്ണമാണ്. ഒന്ന്, ലെങ്ത്തിൽ മാറ്റം വരാം. ഇതിന് ഹീറ്റ് കൊടുത്ത് ലെങ്ത് ആണ് കൂടുന്നതെങ്കിൽ ദാറ്റ്സ് കോൾഡ് ലീനിയർ എക്സ്പാൻഷൻ. ഇനി ഏരിയ ആണ് കൂടുന്നതെങ്കിൽ, ഏരിയ ഹീറ്റ് കൊടുത്തപ്പോൾ ഏരിയ എല്ലാ ഭാഗത്തേക്കും കൂടിയെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഏരിയൽ എക്സ്പാൻഷൻ. ഇനി വാട്ടർ അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ ഒക്കെ വോള്യത്തിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ ദാറ്റ്സ് കോൾഡ് വോള്യൂം എക്സ്പാൻഷൻ. ഇങ്ങനെ 3 രൂപത്തിലുള്ള എക്സ്പാൻഷൻ ഉണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്, ഓർത്തിരിക്കണം. അപ്പോൾ ഈ ഇൻക്രീസിങ് ലെങ്ത് ഉണ്ടല്ലോ, ഡെൽറ്റ എൽ, ആ ഡെൽറ്റ എൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അത് എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഒന്ന് ലെങ്ത്, ഇനീഷ്യൽ ലെങ്ത്. ഓക്കെ, ഈ ആൽഫ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്, ലീനിയർ കോഎഫിഷ്യൻ്റ് എന്ന് പറയാം. ഓക്കെ, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ക്ലിയർ ആണല്ലോ? ഓർത്തിരിക്കണം, ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി, അതിൻ്റെ പ്രൂഫ് നമുക്കില്ല. അപ്പോൾ ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ഡെൽറ്റ ടി. അപ്പോൾ ഇവിടുന്ന് ആൽഫ കാണാം. സോ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി. ഇതാണ് ആൽഫ, കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഇതേപോലെ തന്നെ ഇവിടെ ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ എ ബീറ്റ ഡെൽറ്റ ടി. ഇവിടെ ബീറ്റയ്ക്ക് പറയുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ. അപ്പോൾ ഇവിടുന്ന് ബീറ്റിൻ്റെ ഇക്വേഷനും കിട്ടും, ഡെൽറ്റ എ ഡിവൈഡ് ബൈ എ ഡെൽറ്റ ടി. വെരി സിമ്പിൾ. അപ്പം ഇനി സിമിലർലി പറയാം, ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു വി ഗാമ ഡെൽറ്റ ടി. അപ്പോൾ ഇവിടുന്ന് ഗാമ കിട്ടുന്നത് ഡെൽറ്റ വി ഡിവൈഡ് ബൈ വി ഡെൽറ്റ ടി. ക്ലിയർ അല്ലേ? ഇതാണ് 3 എക്സ്പാൻഷൻസും അവയുടെ കോഎഫിഷ്യൻസുകളും, ഇൻക്രീസിങ് ലെങ്ത്, ഇൻക്രീസിങ് ഏരിയ, ഇൻക്രീസിങ് വോളിയത്തിൻ്റെ ഇക്വേഷൻ. പ്രോബ്ലവും ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഈ എൽ ആൽഫ ഡെൽറ്റ ടി ഉപയോഗിച്ചുണ്ടാകുന്ന ഇക്വേഷൻസ് പ്രോബ്ലംസുകൾ. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വാല്യൂസ് ഓർത്തിരുന്നാൽ മതി. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്താ, അഥവാ ഫൈനൽ ലെങ്ത് മൈനസ് ഇനീഷ്യൽ ലെങ്ത്. എൽ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ലെങ്താ. ആൽഫ കോഎഫിഷ്യൻ്റ് അതൊരു കോൺസ്റ്റന്റ് ആണ്, അത് ഓരോ മെറ്റീരിയലും ഡിഫറൻ്റ് ആണ്, അത് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, ചിലപ്പോൾ അതാണ് കാണാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ തരില്ല കേട്ടോ. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഒരു കാര്യം മനസ്സിലാക്കണേ, ഇത് 1 ഡയമെൻഷനാണ്, ഇത് 2 ഡയമെൻഷനിലാണ്, ഇത് 3 ഡയമെൻഷനിലാണ്. ഇതാണ് ഇവർ തമ്മിൽ ഏറ്റവും വലിയ റിലേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൽഫ ബീറ്റ ഗാമയും തമ്മിൽ ഉണ്ടാക്കുന്ന റിലേഷൻ ഓർത്ത് പോകണം, 1:2:3 ആണ്. ഓക്കെ, ഇനി നോക്കാം, റൈറ്റ് ദി മേയേഴ്സ് ലോ. മേയേഴ്സ് ലോ എന്ന് പറഞ്ഞാൽ സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ ആണ്. സി പി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, സി വി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം. ഓക്കെ, ആറ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, എക്സ്പ്ലെയിൻ റീഗലേഷൻ. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, 1 മാർക്കിന് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. റീഗലേഷൻ എന്ന് പറഞ്ഞാൽ വെൻ വി അപ്ലൈ എ പ്രഷർ, ഓക്കെ, ദ ഐസ് മെൽറ്റ് ചെയ്യാം. നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഐസ് മെൽറ്റ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനക്കാണ് റീഗലേഷൻ എന്ന് പറയുന്നത്. ഒന്നുമില്ല, വളരെ സിമ്പിൾ. നമ്മൾ സ്കേറ്റിംഗ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, മഞ്ഞിൽ പോയിട്ട് സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. ആ സ്കേറ്റിംഗ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? വെറുതെ മൂവ് ചെയ്യല്ലോ, കാരണം നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യാണ്,
പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ആ മഞ്ഞിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന പാളികൾ ആ പ്രഷർ കാരണം പെട്ടെന്ന് മെൽറ്റായി പോകും. അപ്പോൾ അവിടെ വാട്ടർ ഫോം ചെയ്യും. ആ വാട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ് മഞ്ഞിലൂടെ നമുക്ക് സ്കേറ്റിംഗ് ചെയ്യാൻ സാധ്യമാകുന്നത്. അതിന് കാരണം ഈ റിഗലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഐസ് മെൽറ്റ് ചെയ്യുക. വെരി സിമ്പിൾ. നോക്കണേ, ഹീറ്റിംഗ് കർവ്. ഈ ഹീറ്റിംഗ് കർവും ഒരു പ്രധാനപ്പെട്ടതാണ്. നോക്കണേ, ഇപ്പം തന്നെ അതിലൊരു സോളിഡ് ആണ്. ഇതിനെ ഞാൻ ചൂടാക്കുകയാണ്. ഇതിനെ ചൂടാക്കി കഴിഞ്ഞാൽ ഇത് അപ്പം തന്നെ ഗ്യാസ് ആയി പോകും അല്ലെങ്കിൽ വാട്ടറായി പോകുന്നില്ല. ഇല്ല, ഞാൻ ഇവിടുന്ന് പതുക്കെ ചൂട് കൊടുക്കുന്നു. ചൂട് കൊടുക്കുന്നതനുസരിച്ച് ഇവിടുത്തെ ചൂട് ഇങ്ങനെ പതിയെ പതിയെ കൂടി കൂടി എൻ്റെ കയ്യിലേക്ക് എത്തുന്നു. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആ ടെമ്പറേച്ചർ ഈക്വലായിട്ട് മാറും. ആ ടെമ്പറേച്ചർ എല്ലാ ഭാഗത്തും ഒരേപോലെ ഈക്വലായി കഴിഞ്ഞാലാണ് ഈ സാധനം പിന്നെ ഫ്ലൂയിഡായിട്ട് മാറുക. അതൊരു തരം ഒരു ദ്രാവകം, ഒരു ഫ്ലൂയിഡായിട്ട് മാറും. അപ്പം സ്റ്റേറ്റ് മാറി, ഈ സോളിഡ് എന്നുള്ളതിന് ലിക്വിഡിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് നോക്കണേ, ഹീറ്റിംഗ് കർവ് വരയ്ക്കുമ്പോൾ എപ്പോഴും നോക്കണേ, ഫസ്റ്റ് എത്രയാണ് ടെമ്പറേച്ചർ ഉള്ളത്, ഞാൻ ടെമ്പറേച്ചർ കൂട്ടുന്നതനുസരിച്ച് അതിൻ്റെ ടൈം കൂടുന്നതനുസരിച്ച് അതിൻ്റെ ടെമ്പറേച്ചറും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആണോ, കൂടി 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 ഇത് ടൈമാണ്, ടെമ്പറേച്ചറാണ്. ടൈം കൂടുന്നതനുസരിച്ച് ഇതിങ്ങനെ കൂടിക്കൊണ്ട് ഇൻക്രീസ് ഇങ്ങനെ വരുന്നു. പിന്നെ ഇത് അങ്ങനെ സാധനം എന്തായിട്ട് മാറും, ലിക്വിഡ് ആണ്. സോളിഡ് എന്നുള്ള സാധനം ഇവിടെ ഫേസ് ചേഞ്ച് വരും. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്താണ് ഇനി ഫേസ് ചേഞ്ച് വരിക. അപ്പോൾ സോളിഡാണ്, അത് പതിയെ ലിക്വിഡായിട്ട് മാറും. ഇപ്പോൾ ഇത് ലിക്വിഡാണ്. ആ ലിക്വിഡായ സാധനം വീണ്ടും നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ ഒറ്റയടിക്ക് അത് ഗ്യാസ് ആവില്ല. അതിന് ടെമ്പറേച്ചർ പതിയെ എല്ലാ ഭാഗത്തും ടെമ്പറേച്ചർ കൂടി 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 എല്ലാ ഭാഗത്തേക്കും ഒരേ ടെമ്പറേച്ചർ ആയിട്ട് മാറും. കണ്ടോ, ഇനി അത് പതിയെ ഫേസ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും. കണ്ടോ, ഫേസ് ചേഞ്ചസ് ടു ഗ്യാസസ്, എന്നിട്ട് അത് പതിയെ ഗ്യാസ് ആയിട്ട് മാറും. നമ്മൾ ഈ കമ്പി അതുപോലെ വടിവാള് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ചൂടാക്കി വരും. മെറ്റലാണ്, മെറ്റലിനെ ചൂടാക്കുമ്പോൾ പതിയെ ചൂട് ഇവിടെ ഇങ്ങനെ ചൂടാവും, ഇവിടെ ഇങ്ങനെ റെഡ് കളറാകും. അപ്പോൾ അത് മെൽറ്റായി തുടങ്ങില്ല. പിന്നെ ഇങ്ങനെ പതിയെ ചൂട് ഇങ്ങനെ റെഡ് കളർ എല്ലാ ഭാഗത്തേക്ക് ഇങ്ങനെ കയറി 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 വന്ന് അവസാനം എല്ലാ ഭാഗത്തും നല്ല ചുവന്ന കട്ട റെഡ് കളറിലേക്ക് അത് മാറും. പിന്നെ നമ്മൾ ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോഴാണ് ആ സാധനം അത് ഫ്ലൂയിഡായിട്ട് മാറുന്നത്. ആ ഒരു സംഗതിയാണ് നമ്മളിതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഹീറ്റിംഗ് കർവ് എന്നുള്ളത്. ഒരു കാര്യം ഓർത്തിരിക്കണേ, ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ ഉണ്ട്. നോക്കൂ, ഇതെന്ത് സംഭവിക്കുന്നത്, സോളിഡ് ലിക്വിഡിലേക്ക് മാറുന്ന ഫേസ് ആണ്. അപ്പോൾ അതിനെടുക്കുന്ന ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ദാറ്റ് ഇസ് കോൾഡ് മെൽറ്റിംഗ് പോയിന്റ്. ഒരു സോളിഡിനെ മെൽറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് എടുക്കുന്ന ടെമ്പറേച്ചർ, ദാറ്റ് ഇസ് കോൾഡ് മെൽറ്റിംഗ് പോയിന്റ്. ഇനി ഇവിടെ ലിക്വിഡ് ഗ്യാസ് ആക്കുന്ന ഫേസ് ചേഞ്ച് എടുക്കുന്ന ടെമ്പറേച്ചർ ആണ്. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, നമുക്കറിയാം വാട്ടറിന്റെ ഐസ് പോയിന്റ് എത്രയാ, ഐസ് പോയിന്റ് നമുക്ക് വരുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി അത് ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ മെൽറ്റ് അല്ലെങ്കിൽ തിളക്കുക, വെള്ളത്തിന് ഒരു തിളപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് മിനിമം 100 ഡിഗ്രി സെൽഷ്യസ് ചൂട് കിട്ടണം. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന് ഓർത്തിരിക്കണേ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഇനി ഈ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇല്ല എങ്കിൽ പിന്നീട് 100% ഷുവറാണ് ഇവിടെ ഒരു 2 മാർക്കോ അല്ലെങ്കിൽ 3 മാർക്കിനോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ന്യൂട്ടന്റെ ലോ ഓഫ് കൂളിംഗിൽ നിന്നാണ്. നോക്കേണ്ടത് ന്യൂട്ടൺ പറയുന്നത് ഇത്രയേ ഉള്ളൂ. സാധാരണ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ്. ഒരു ചായ കപ്പിൽ വാങ്ങിച്ച് ആ ചായ കുറച്ച് സമയം കഴിഞ്ഞ് തണുക്കും. അത് തന്നെയാണ് ന്യൂട്ടൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ്. അപ്പോൾ ആ ചായയിൽ നിന്നുണ്ടാകുന്ന ഹീറ്റ് ഇങ്ങനെ പതിയെ സറൗണ്ടിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ആ ഹീറ്റ് ഫ്ലോ എന്തിന് പ്രൊപ്പോർഷനിലാണെന്ന് ആ അറ്റ്മോസ്ഫിയറിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു ചായയുടെയും ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ആ നെഗറ്റീവ് സൂചിപ്പിക്കുന്നത് ഹീറ്റ് ലോസ് ആണ്. നോക്കണേ, അതാണ് നമ്മൾ പറയുന്നത് റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ്. സമയത്തിനനുസരിച്ച് ആ ഹീറ്റ് ലോസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഇസ് ആ ടെമ്പറേച്ചർ ചേഞ്ചിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. അങ്ങനെയെങ്കിൽ നോക്കൂ, അവിടെ നമുക്ക് ടെമ്പറേച്ചർ ടൈമിൻ്റെ ഗ്രാഫ്, ആ ചായ എടുത്തു, ടെമ്പറേച്ചർ നമ്മളിങ്ങനെ കുറേ സമയം കഴിയും തോറും അതിൻ്റെ ആ ചായ ടെമ്പറേച്ചർ കുറഞ്ഞ് വരിക ചെയ്യാം. അപ്പോൾ നോക്കൂ, റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. ടൈം കൂടുന്തോറും ആ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോ ഇറ്റ് ഇസ് ദി ഗ്രാഫ്. ഇനി മറ്റൊന്ന് ഓർത്തിരിക്കേണ്ടത് അതിൻ്റെ ഇക്വേഷൻ ആണ്. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമ്മളൊരു കോൺസ്റ്റന്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ -dq / dt = k × T2 - T1. ഇതാണ് ന്യൂട്ടന്റെ ലോ ഓഫ് കൂളിംഗ്. ഇത് വെച്ച് പ്രോബ്ലംസുകൾ ചോദിക്കാറുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി ഒരു വലിയൊരു ചാപ്റ്ററിലേക്ക് പോവാണ്, ദാറ്റ് ഈസ് ഫ്ലൂയിഡ്സ്. 3ാമത്തെ ചാപ്റ്ററാണ്, ഇറ്റ്സ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. നോക്കണേ, 7 മുതൽ 10 വരെ ക്വസ്റ്റ്യൻസുകൾ, അത് 10 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിന്. ആകെ 50-60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. അതിൽ ഒരു 10 മാർക്കിന് വരെ ഈ ഭാഗത്ത് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നോക്കുക ഓരോ പോയിന്റ്. ഫസ്റ്റ്, എക്സ്പ്ലെയിൻ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഒരു ചോദ്യമാണ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത് ലിക്വിഡ് മെനിസ്കസ്, ഇത്
ഒരു ഡ്രോപ്പ്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന പോയിന്റല്ലോ അതിനൊരു ടാൻജന്റ് വരയ്ക്കുക. ആ ടാൻജന്റും ആ ലിക്വിഡിന്റെ അല്ലെങ്കിൽ ആ ഡ്രോപ്പിന്റെ ഉള്ളിലൂടെ അല്ലെങ്കിൽ ആ ബബിളിന്റെ ഉള്ളിലൂടെ ആ സർഫസിലേക്ക് വരക്കുന്ന ആംഗിൾ ഉണ്ടല്ലോ, ദാറ്റ് ആംഗിൾ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അതിനെയാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ പറയാൻ വളരെ എളുപ്പമാണ്. ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ദ ടാൻജന്റ് ഡ്രോൺ ടു ദി ലിക്വിഡ് ഡ്രോപ്പ് ആൻഡ് മെനിസ്കസ് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദിസ് ടാൻജന്റ് ടു ദി സർഫസ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇനി ഈ ഒരു സർഫസിൽ ഉണ്ടാകുന്ന മോളിക്യൂൾ എങ്ങാനും ഇങ്ങനെയാണെങ്കിൽ, മോളിക്യൂൾ ഏത് ഷേപ്പിലും വരാം, അപ്പോൾ ഈ ഒരു ഷേപ്പിലാണെങ്കിൽ അപ്പോൾ ഇനി സർഫസിന് ടാൻജന്റ് വരയ്ക്കാം. ടാൻജന്റ് അപ്പോൾ ഇങ്ങനെ ആയിരിക്കും പോവുക. അപ്പോൾ നോക്കൂ, അതിനുള്ളിലൂടെ വരക്കുന്ന ഈ ആംഗിൾ, അതിനാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. നോക്കുക, ഞാൻ വാട്ടർ മെർക്കുറിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, മെർക്കുറി വാട്ടർ എടുത്തു, വാട്ടറിൽ ഞാൻ പതിയൊരു ട്യൂബിനെ ഇമേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെപ്പോഴും ഒരു കോൺകേവ് സ്ട്രക്ചറാണ് അത് ഫോം ചെയ്യുക. നോക്കാം, മെർക്കുറിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും ഔട്ട്വേർഡ് ഒരു കോൺവെക്സ് സ്ട്രക്ചർ ആയിരിക്കും, മുകളിലേക്ക് തന്നെ പുറം തള്ളി നിൽക്കുന്നതാണ് തോന്നുന്നത്. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, വീട്ടിൽ പോയിട്ട് ചെറിയ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യുക. ഒരു വലിയൊരു ട്യൂബ് എടുത്ത് അതിലേക്ക് വെള്ളം നിറച്ച് ഏറ്റവും മുകളിൽ നോക്കി നോക്കൂ, ഏറ്റവും മുകളിൽ നമുക്ക് ഇങ്ങനെ ഒരു കർവായിട്ടാണ് കാണാൻ കഴിയുക. ഓക്കെ, അതാണ് കോൺകേവ് സ്ട്രക്ചർ ആയിരിക്കും. മെർക്കുറി ആണെങ്കിൽ കോൺവെക്സ് ആയിരിക്കും, കാരണം മെർക്കുറി ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്കത് അത്തരത്തിലൊരു കോൺസെപ്റ്റ് കിട്ടുന്നത്. നോക്കാം എന്തായിരുന്നാലും. അപ്പോൾ ഈ സെക്ഷനിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഈ ലിക്വിഡ് സർഫസിൽ നിന്ന് നമ്മളൊരു ടാൻജന്റ് വരയ്ക്കാം. നോക്കി, ഇവിടെ വരയ്ക്കുമ്പോൾ ഇത് കോൺവെക്സ് ആണ്, അപ്പോൾ അവിടെ നിന്ന് ഒരു ടാൻജന്റ് വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സർഫസിലേക്ക് കിട്ടുന്ന ആംഗിൾ, ദാറ്റ് ഇസ് കോൾഡ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. പക്ഷേ ഇനി വാട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നോക്കൂ, ഈ സർഫസ് ഇവിടുന്ന് നമ്മൾ ടാൻജന്റ് ഇങ്ങോട്ടാണ് വരിക, കണ്ടോ ടാൻജന്റ്, അപ്പോൾ അവിടെ നിന്ന് ആ സർഫസിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ, സോ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഓർത്തിരിക്കേണ്ടത്, വെള്ളമാണെങ്കിൽ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എപ്പോഴും 90-നേക്കാൾ ചെറുതായിരിക്കും. പക്ഷേ മെർക്കുറി ആണെങ്കിൽ അത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും, ദാറ്റ് മീൻസ് 90-നേക്കാൾ വലുതായിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കണേ, ഒരു 100% പ്യൂരിറ്റി ഉള്ള വെള്ളമാണെങ്കിൽ, 100% പ്യൂരിറ്റി വെള്ളമാണെങ്കിൽ ഇത് കോൺകേവ് സ്ട്രക്ചർ ആയിരിക്കില്ല, സ്ട്രെയിറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് 0 ആയിട്ട് മാറും. ഇനി നോക്കാം, എക്സ്പ്ലെയിൻ പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് എടുക്കുകയാണ്, ഇക്വിലിബ്രിയത്തിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എടുത്തു വിചാരിക്കുക. ആ ഫ്ലൂയിഡിന്റെ മുകളിൽ നമ്മളൊരു ഫോഴ്സ്, പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ട്രാൻസ്മിറ്റ് ഈക്വലി ടു എവരിവെയർ, എല്ലാ ഭാഗത്തേക്കും ഈക്വലായി ട്രാൻസ്മിറ്റ് ചെയ്യും. ഒന്നുമില്ല, നമ്മൾ പല്ലേക്ക് എടുക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റിന്റെ മുകളിൽ ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയിട്ടുണ്ടല്ലോ, അത് ഫുള്ള് നിറച്ച് വെച്ചിരിക്കുക. അതിന് ഏറ്റവും എൻഡിൽ തന്നെ ഫോഴ്സ് കൊടുക്കണം എന്നില്ല അതിന് പുറത്തേക്ക് വരാൻ. ഏറ്റവും ബാക്കിൽ പോയിട്ടൊരു പ്രഷർ കൊടുത്താലും ആ ഫ്ലൂയിഡ് പുറത്തേക്ക് വരും, കാരണം പാസ്കൽസ് ലോ ആണ്. നമ്മൾ അവിടെ കൊടുക്കുന്ന പ്രഷറും ഈസ് ഓൾവേസ് എല്ലാ ഭാഗത്തേക്കും ഈക്വലായി ട്രാൻസ്മിറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ പ്രോസസ്. നോക്കാം, പാസ്കൽസ് ലോ ഉപയോഗിച്ച് ഹൈഡ്രോളിക് ലിഫ്റ്റ്, അതും ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. അപ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് ആദ്യം വരച്ചു കൊടുക്കാം. എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ, ഒരു ചെറിയ സിലിണ്ടർ ഉണ്ടായിരിക്കും, ഏരിയ കൂടിയ സിലിണ്ടർ ഉണ്ടായിരിക്കും. ഏരിയ കൂടിയ സിലിണ്ടറിന്റെ മുകളിലാണ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാനുള്ള, അത് വെയിറ്റ് ചെയ്യാനുള്ള ഏതാണ് ബോഡി ഉള്ളത്, ശരി, കാറുകൾ അല്ലെങ്കിൽ ബസ്സുകളൊക്കെ വെക്കാറുള്ളത്, വെഹിക്കിൾസ് കെപ്റ്റ് ചെയ്യാറുള്ളത്. അതിനുള്ളിൽ ഒരു ഫ്ലൂയിഡ് ആയിരിക്കും. സംഭവിക്കുന്ന പരിപാടി ഇത്രയാണ്, ഈ വന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ ചെറിയൊരു ഫോഴ്സ് ആണ് കൊടുക്കും. ഒരു എൻഡിൽ വന്നിട്ട് ഞാൻ കൈ ഉപയോഗിച്ച് ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഫോഴ്സ് ഈ ഫ്ലൂയിഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, ഒരു പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യും. ഫോഴ്സ് പെർ ഏരിയ, ദാറ്റ് ഇസ് പ്രഷർ. ആ പ്രഷർ ഇങ്ങനെ വന്ന് എവിടേക്ക് എത്തും എന്നറിയോ, ബി എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് സിലിണ്ടറിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്യും. ആ പ്രഷർ കാരണം ആ കാറിന്റെ മുകളിലേക്ക് ഒരു F2 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് മുകളിലോട്ട് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സ് കാരണം ആ കാർ എന്ത് ചെയ്യും, മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യും. അഥവാ കാർ വാഷിന് പോകുന്ന സമയത്ത് കാറുകളെ ഒരു ലിഫ്റ്റിൽ മുകളിലോട്ട് പൊക്കാറുണ്ട്. ആ സാധനമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. അതിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. നമ്മുടെ കൈ കൊണ്ട് ചെറിയ ഫോഴ്സ് കൊടുത്താലും ടൺ കണക്കിന് വെയിറ്റ് വരുന്ന കാറുകളൊക്കെ, അല്ലെങ്കിൽ അതും വേണ്ട ലെയ്ലൻഡുകളൊക്കെ അല്ലെങ്കിൽ വലിയ ലോറികളൊക്കെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ നടക്കുന്ന പ്രിൻസിപ്പിൾ ഈ ഒരു സംഗതിയാണ്. ഇതിൻ്റെ കോൺസെപ്റ്റ്, ഫിസിക്സ് ബിഹൈൻഡ് ഇറ്റ് ഇത്രയേ ഉള്ളൂ. എ എന്ന് പറഞ്ഞ പോയിന്റിലും ബി എന്ന് പറഞ്ഞ പോയിന്റിലും ഉണ്ടാകുന്ന പ്രഷർ സെയിം ആണ്, ബിക്കോസ് സെയിം ലെവൽ. അപ്പോൾ നോക്കി, പ്രഷർ അറ്റ് എ ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ബി, വേഗം ഇക്വേറ്റ് ചെയ്യുക. എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാകുന്ന പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ, അപ്പോൾ F1 ഡിവൈഡ് ബൈ A1 ആണ്, ഇവിടെ F2 ഡിവൈഡ് ബൈ A2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് F2 കാണാം. F2 എന്നാൽ A2 ഡിവൈഡഡ് ബൈ A1 ഇൻറ്റു F1. അപ്പോൾ F2 എന്ന് പറഞ്ഞ ഫോഴ്സ് കൂട്ടുക എന്നുള്ളതാണ്. കാരണം വലിയൊരു വണ്ടിയല്ലേ, അതിനൊക്കെ പൊക്കണമെങ്കിൽ F2 എന്ന് പറഞ്ഞ വലിയ ഫോഴ്സ് ആയിരിക്കണം. അപ്പോൾ F2 കൂടണമെങ്കിൽ നമുക്കൊന്നെങ്കിൽ A2 എന്ത് ചെയ്യാം, കൂട്ടാം. അപ്പോൾ A2 കൂട്ടി ആണ് ഏരിയ കൂടാൻ കാരണം. മറ്റൊന്ന് A1 കുറക്കാം, അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഭാഗത്തുള്ള ഏരിയ കുറച്ചു.
ഓക്കെ, F1 എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പരമാവധി നമ്മൾ കുറക്കാനാണ് ശ്രമിക്കുക. നമുക്ക് പറ്റുമെങ്കിൽ ഒരു വിരൽ ഉപയോഗിച്ച് പൊക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ആക്കി നിർത്തും. ഈ സിലിണ്ടറിൻ്റെ ഏരിയകൾ മാറ്റിയിട്ടാണ് F2 എന്ന ഫോഴ്സ് കൂട്ടുന്നത്. ഇത് വെച്ച് പ്രോബ്ലംസുകളും ചോദിക്കാറുണ്ട്. ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി, ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി, ഒന്നുമില്ല. ഏരിയക്ക് പകരം റേഡിയസ് ആയിരിക്കും തരിക. റേഡിയസ് എന്നാൽ πr² ആണോ. A2 എന്ന് പറഞ്ഞാൽ πr² ആയിരിക്കും, ഇതിൻ്റെ റേഡിയസ് ആയിരിക്കും. A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സിലിണ്ടർ റേഡിയസ് ആയിരിക്കും. അത്രേ അതിൽ ശ്രദ്ധിക്കാനുള്ള പ്രോബ്ലത്തിൽ. ഓക്കെ, ഇത് നോക്കാം. എക്സ്പ്ലെയിൻ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. നമ്മൾ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്നുള്ളത്. നോക്കാം എങ്ങനെയാണ് പ്രഷർ മെഷർ ചെയ്യുന്നത്. നോക്കൂ, ഇപ്പോൾ ഇതൊരു സിസ്റ്റമാണ്, നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്യാനുള്ള ഒരു സിസ്റ്റം. അവിടെ നിന്നൊരു ചെറിയൊരു യു ഷേപ്പ്ഡ് ട്യൂബ് ഇങ്ങനെ പോയിട്ടുണ്ട്, മുകളിലേക്ക് ഓപ്പൺ ആണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ്, സാധാരണ മെർക്കുറിയാണ് നടക്കാറുള്ളത്, ആ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, ഇത് നോക്കൂ, ഈ ഒരു ഗ്യാസസ്, ഇതിൽ ഗ്യാസുകളും ആവാട്ടോ, ഒരു ഗ്യാസ് നിറച്ചാലും മതി, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രഷർ. ഓക്കെ, എന്തായിക്കോട്ടെ, ഈ കാണുന്ന ഗ്യാസ് മോളിക്യൂളോ അല്ലെങ്കിൽ നമ്മൾ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ആ പ്രഷർ കാരണം എന്ന് പറഞ്ഞ ലിക്വിഡിന്റെ ഭാഗത്തേക്ക് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രഷർ കിട്ടും. ആ പ്രഷർ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇവിടേക്ക് എത്തൂല്ലേ. അപ്പോൾ ആ പ്രഷർ ഡിഫറൻസ് കാരണം വാട്ടർ അല്ലെങ്കിൽ ആ മെർക്കുറി ലെവൽ കുറച്ച് ഹൈറ്റിലേക്ക് റേസ് ചെയ്യും, മുകളിലേക്ക് എന്ത് ചെയ്യും, പൊങ്ങും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഹൈറ്റ് അവിടെ മെഷർ ചെയ്യാം. ഇവിടെ റീഡിങ് ഉണ്ടാവും, ഇത്ര ഹൈറ്റ് പൊങ്ങി എന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നോക്കൂ, പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യുക. എന്ന് പറഞ്ഞ പോയിന്റിലും ബി എന്ന് പറഞ്ഞ പോയിന്റിലും ഉണ്ടാകുന്ന പ്രഷർ ഈക്വൽ ആണ്. അപ്പോൾ PA = PB. എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ്, അപ്പം അത് P ആണ്. എന്നിട്ട് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നോക്കൂ, ഇവിടെ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ ഏറ്റവും മുകളിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഹൈറ്റ് കോളം, ആ കോളത്തിലുള്ള H ഹൈറ്റിൽ ഉണ്ടാകുന്ന ഫ്ലൂയിഡ് കാരണം ഒരു പ്രഷർ ഉണ്ടാവും ആ പോയിന്റിൽ. അപ്പോൾ ഒന്ന് അറ്റ്മോസ്ഫിയർ പ്രഷർ PA പ്ലസ് ഈ ഹൈറ്റ് കാരണം ഉണ്ടാവുന്നത് HρG ആണോ. അപ്പോൾ നമുക്ക് വി ക്യാൻ ഫൈൻഡ് ദി പ്രഷർ. P = PA + HρG. ഈ P ആണ് അബ്സല്യൂട്ട് പ്രഷർ. ഈ PAനെ എപ്പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ P - PA is called ഗേജ് പ്രഷർ. എക്സാമിന് ഏതാണോ ചോദിക്കുന്നത് ആ ഇക്വേഷൻ ആണ്. ഗേജ് പ്രഷർ ആണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ, HρG. ഇത് നോക്കാം, മറ്റൊന്നാണ് മെർക്കുറി ബാരോമീറ്റർ. ബാരോമീറ്റർ ഉപയോഗിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനാണ്. നോക്കൂ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാം, സിമ്പിളാണ്. ഒരു മെർക്കുറി ഉണ്ടാവും, മെർക്കുറി ബാരോമീറ്റർ ആണ്. അതിലേക്ക് ഒരു ലോങ് യു ഷേപ്പ്ഡ് ട്യൂബിനെ തല കീഴാക്കി ഇൻവേർട്ട് ചെയ്യുന്നു. എന്ന് പറഞ്ഞ പോയിന്റ്, ബി എന്ന് പറഞ്ഞ പോയിന്റ്, രണ്ട് പോയിന്റിൽ ഉണ്ടാകുന്ന പ്രഷറുകൾ ഈക്വൽ ആണ്. നോക്കൂ, ഈ സർഫസിനോട് ഈക്വൽ ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോയിന്റ് PA. ഇനി ഇവിടെ കുറച്ച് ഭാഗേ ബാക്കിയുള്ളൂ കേട്ടോ, മാത്രമല്ല മെർക്കുറി ആണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രഷർ 0 ആണ്. അപ്പോൾ ആ പ്രഷർ ഞാൻ 0 ആക്കി എടുത്തു. ഓക്കെ, പക്ഷേ ഈ ഹൈറ്റ് ഓഫ് ലിക്വിഡ് കാരണം ഒരു പ്രഷർ ഉണ്ടാവും, അത് HρG. അപ്പോൾ നോക്കി, H നമുക്ക് ഇവിടുന്ന് മെഷർ ചെയ്യാം. ആ യൂട്യൂബിൽ റീഡിംഗ് ഉണ്ട്, ആ ലോങ് ട്യൂബിൽ ആ റീഡിങ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റോ എന്ന് പറഞ്ഞാൽ മെർക്കുറി ആണ്, നമുക്ക് ഡെൻസിറ്റി അറിയാം, ജിൻ്റെ വാല്യൂ 10 ആണ് അല്ലെങ്കിൽ 9.8. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷർ കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന പ്രഷർ കാണുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, വെറുതെ പഠിക്കുന്നതല്ല. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്, മഴ പെയ്യാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ കണ്ടെത്തുന്നത്. കാരണം വാട്ടറിൻ്റെ ഡ്രോപ്പിൻ്റെ അളവ് കൂടുകയാണെന്നെങ്കിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ മാറ്റം വരും. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വ്യതിയാനം മനസ്സിലാക്കി നമുക്ക് കാലാവസ്ഥ പ്രവചനം വരെ പോസിബിൾ ആണ്. ഓക്കെ, ഇതൊക്കെ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വീണ്ടും ടെക്നിക്കലായിട്ട് ഉപയോഗിച്ച് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, നോക്കാം. എന്തായിരുന്നാലും എന്തുകൊണ്ട് ഇവിടെ മെർക്കുറി ഉപയോഗിച്ചു എന്നുള്ളതിന് ആൻസർ ഒന്ന് നോക്കണേ. ഹൈ ഡെൻസിറ്റി ആയതുകൊണ്ടാണ്. ഹൈ ഡെൻസിറ്റി ആകുമ്പോൾ അതിന് കൂടുതൽ ഹൈറ്റിലേക്ക് പോകാൻ കഴിയില്ല. ഇത് നമ്മൾ വാട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വലിയൊരു ട്യൂബ് ഉപയോഗിക്കണം, ഏകദേശം ഒരു 10 മീറ്റർ ഹൈറ്റിലെ ട്യൂബ് ഉപയോഗിക്കണം. അപ്പോൾ അത് ക്യാരി ചെയ്ത് പോകാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കാറില്ല, എപ്പോഴും മെർക്കുറി ഉപയോഗിക്കുന്നത്. ഓക്കെ, മറ്റൊന്ന് നോട്ട് വെറ്റ് ദി ഗ്ലാസ്. മെർക്കുറി ഒരിക്കലും ആ ഗ്ലാസ്സിനെ നനക്കാൻ സാധിക്കില്ല. വെള്ളമായിരുന്നു, വെള്ളം മുകളിൽ പോയി താഴേക്ക് വരുമ്പോഴേക്കും അവിടെ കുറേ വെള്ളം ഡ്രോപ്പുകൾ അവിടെ ഇവിടെ ഇങ്ങനെ ആ ഗ്ലാസ്സിലുണ്ടാകും. പക്ഷെ മെർക്കുറിക്ക് അതിന് സാധ്യമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഓക്കെ, ലെസ് ഹൈറ്റ്, കുറച്ച് ഹൈറ്റേ അത് പോവുള്ളൂ. ഇനി നോക്കണേ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. നോക്കുക, ഒരു ഏരിയ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൈപ്പാണ്. അത് നിങ്ങൾ എക്സാമിന് എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല, ഏരിയ വേരി ചെയ്താൽ മതി. ഉണ്ടോ, ഇവിടുത്തെ ഏരിയ A1, ഇവിടുത്തെ ഏരിയ A2, ഇവിടുത്തെ ഏരിയ A3. ഇതിലൂടെ നമ്മളൊരു ഫ്ലൂയിഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. ആ ഫ്ലൂയിഡ് പോകുന്ന സമയത്ത് ഓരോ പോയിന്റിലും വെലോസിറ്റി ഡിഫറൻ്റ് ആയിരിക്കും. നോക്കി, ഇതിലൂടെ പോകുന്ന വെലോസിറ്റി V1, ഇവിടെ പോകുന്ന വെലോസിറ്റി V2, ഇവിടെ പോകുന്ന വെലോസിറ്റി V3. ഓക്കെ, ഇവിടുത്തെ പ്രഷർ P1, P2, P3. ഞാൻ ചെറിയൊരു പോർഷൻ എടുക്കാൻ പോവാണ്. ഇവിടെ ഒരു സ്മോൾ സെഗ്മെന്റ് എടുത്തു, ഇവിടെ സ്മോൾ പോർഷൻ എടുത്തു, ഇവിടെ ചെറിയ സ്മോൾ പോർഷൻ എടുത്തു.
ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കൂ, ഈ കാണുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ വാട്ടർ ഇത്രയും ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന ദൂരം. ഓക്കെ, ദാറ്റ് ഈസ് വെലോസിറ്റി ഇൻറ്റു ടൈം. നമുക്ക് ടൈം ഒരു സ്മോൾ ടൈം ഡെൽറ്റ ടി ആയിട്ട് എടുക്കുകയാണെങ്കിൽ v1 ഡെൽറ്റ ടി, അപ്പോൾ ഇവിടെ v2 ഡെൽറ്റ ടി, ഇവിടെ v3 ഡെൽറ്റ ടി ആണോ. ഡയഗ്രം വരച്ച് കഴിഞ്ഞാൽ ഇനി വളരെ എളുപ്പമാട്ടോ, 2 സ്റ്റെപ്പിൽ പരിപാടി ചെയ്യും. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വർക്ക് ചെയ്യുന്നത് മാസ് കൺസർവേഷനാണ്. എടാ, ഇതിൻ്റെ ഉള്ളിലേക്ക് എത്ര മാസാണോ കയറിയത് ആ മാസിന് ഇതിലൂടെയും പോവുക, അതേ മാസ് തന്നെയാണ് ഇതിലൂടെയും പുറത്തേക്ക് പോവുക. അപ്പോൾ മാസ് കൺസേർവ്ഡ് ആണ്. അപ്പോൾ നമുക്ക് പറയാം m1 ഈസ് ഈക്വൽ ടു m2 ഈസ് ഈക്വൽ ടു m3. ഇതിലൂടെ പോകുന്ന മാസും ഇതിലൂടെ പോകുന്ന മാസും ഇതിലൂടെ പോകുന്ന മാസും ഈക്വൽ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കുക, മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. ഓക്കെ, വോളിയം എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇവിടുത്തെ വോളിയം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഏരിയ A1 ആണ്, ഹൈറ്റ് v1 ഡെൽറ്റ ടി ആണ്. അപ്പോൾ നേരെ നമുക്ക് m1 ഒന്ന് നോക്കണ്ടാണോ. m1 എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി റോ, വോളിയം എന്ന് പറഞ്ഞാൽ A1 v1 ഡെൽറ്റ ടി. സിമ്പിൾ. ഇനി അടുത്ത് പറഞ്ഞാൽ ഇവിടുത്തെ വോളിയം കാണാം, റോ ഇൻറ്റു A2 v2 ഡെൽറ്റ ടി. ഇനി ഇവിടുത്തെ മാസ് കാണൂ, റോ ഇൻറ്റു A3 v3 ഡെൽറ്റ ടി. ഇവിടെ നിന്നൊക്കെ റോയും ഡെൽറ്റ ടിയും ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ A1 v1 ഈസ് ഈക്വൽ ടു A2 v2 ഈസ് ഈക്വൽ ടു A3 v3, അഥവാ AV ഈസ് എ കോൺസ്റ്റൻറ്റ്. എടാ, AV കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ ഏരിയ കൂടുന്തോറും വെലോസിറ്റി കുറയും. സപ്പോസ് നമ്മൾ ഗാർഡൻ, പൂന്തോട്ടങ്ങൾക്ക് അല്ലെങ്കിൽ പൂവുകൾക്ക് ചെടികൾ നനക്കാറുണ്ട്. ഈ ചെടികൾ നനക്കുന്ന സമയത്ത് ആ പൈപ്പിൻ്റെ എൻഡ് ഭാഗം നമ്മൾ പൊത്തിപ്പിടിക്കുമ്പോൾ എന്താ ചെയ്യുക, കുറച്ച് പൊത്തിപ്പിടിക്കുമ്പോൾ ചെറിയ ഭാഗം, കുറച്ച് ഭാഗം മാത്രം ചെറിയ ഹോൾ വെക്കുകയാണെങ്കിൽ കൂടുതൽ സ്പീഡിൽ വാട്ടർ പുറത്തേക്ക് പോകും. അതാണ് നമ്മൾ പറയുന്നത്, ഏരിയ കൂടുന്തോറും വെലോസിറ്റി കുറയും, ഏരിയ കുറയും തോറും വെലോസിറ്റി കൂടും. അപ്പോൾ അതാണ് ഏരിയ കുറക്കാനാണ് നമ്മൾ ഫിംഗർ വെച്ചിട്ട് ആ പൈപ്പിൻ്റെ ഹോൾ പകുതി ഇങ്ങനെ അടക്കുന്ന സമയത്ത് പകുതിയോടെ നല്ല സ്പീഡിൽ വാട്ടർ ഫ്ലോ ചെയ്യും. ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ, സിമ്പിളാണ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ്, ഈ പ്രാവശ്യം എക്സാമിനും ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, നോക്കണേ, മറ്റൊന്ന് ബെർണോളിസിസ് പ്രിൻസിപ്പിൾ. ഒരിക്കലും ഈ സാധനം പഠിക്കാതെ എക്സാമിന് പോരുത്. കാരണം ഈ സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു 4 മാർക്ക് സാധനം വിട്ടുപോരുത്. ഇപ്പം പഠിച്ചാലും ഈ എക്സാമിന് ചോദിച്ചിട്ടില്ലെങ്കിൽ അടുത്ത എക്സാമിന് എന്തായാലും ചോദിക്കും. അപ്പോൾ പഠിച്ചു വെച്ചോ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വലിയൊരു മാർക്ക് കളയണ്ട. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഒരു പൈപ്പാണ്, ഏരിയ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൈപ്പ്. ഞാൻ പല ഹൈറ്റിൽ വെക്കുകയാണ്. ഇവിടെ H1 ഹൈറ്റിലാണ്, ഈ എൻഡിൽ H2 ഹൈറ്റിലാണ്. ഇനി ഇതിലൂടെ ഒരു വാട്ടർ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ, ഒരു വെള്ളം അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഇവിടെ v1 വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. ഇവിടുത്തെ ഏരിയ മാറുന്നതുകൊണ്ട് സ്പീഡ് മാറും. അപ്പോൾ ഒരു v2 വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. ഓക്കെ, സിമ്പിൾ കോൺസെപ്റ്റ്. ഇനി നോക്കേണ്ട കാര്യം, ഇവിടെ ഒരു കാര്യം, ഇവിടെ സ്മോൾ റീജിയൻ കാണിച്ചു, ഇവിടെ സ്മോൾ റീജിയൻ. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടുത്തെ വെലോസിറ്റി v1 ആണ്. അപ്പോൾ ആ ദൂരം എന്ന് പറഞ്ഞാൽ v1 ഡെൽറ്റ ടി ആണ്, ഇവിടെ v2 ഡെൽറ്റ ടി ആണ്. ഓക്കെ, ഇനി രണ്ട് ഭാഗത്തും ഉണ്ടാകുന്ന വർക്ക് കാണാം. എടാ, വർക്ക് എന്ന് പറഞ്ഞാൽ പ്രഷറിൻ്റെ വോളിയത്തിലെ ചേഞ്ച്. അപ്പോൾ ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ P2 ഡെൽറ്റ വി ആയിരിക്കും, ഇവിടുത്തത് P1 ഡെൽറ്റ വി ആയിരിക്കും. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നേരെ വെരി സിമ്പിൾ, ഒരു ആക്ച്വലി 3 കാര്യമേ ഉള്ളൂ. 3 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. പക്ഷെ നമ്മൾ മാത്തമാറ്റിക്കലി ചെയ്യുമ്പോൾ അത് ലെങ്ത് കൂടി പോകുന്നതാണ്. നമുക്ക് നോക്കാം എങ്ങനെ. ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് കണ്ടോ, ഒന്നാമത്തെ കാര്യം കൈനറ്റിക് എനർജി ചേഞ്ച് കാണുക എന്നുള്ളതാണ്. കൈനറ്റിക് എനർജി, എടാ വാട്ടർ മോളിക്യൂൾ ഇതിൽ മൂവ് ചെയ്യുന്നില്ലേ, അപ്പോൾ അതിന് കൈനറ്റിക് എനർജി ഇല്ലേ, ഹാഫ് v1 സ്ക്വയർ. ഇതിനെ പോകുന്നില്ലേ, അപ്പോൾ അതിന് കൈനറ്റിക് എനർജി ഇല്ലേ, ഹാഫ് v2 സ്ക്വയർ. അതിൻ്റെ ചേഞ്ച് കാണാൻ പറഞ്ഞാൽ അതിന് കുറക്കുക. അപ്പോൾ ഹാഫ് v2 സ്ക്വയർ മൈനസ് ഹാഫ് v1 സ്ക്വയർ, അതാണ്. അപ്പോൾ അതിൽ ഹാഫ് എമ്മിനെ പുറത്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഹാഫ് v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ. സിമ്പിൾ. ഇത് എഴുതാൻ നമുക്കൊരു പ്രയാസമില്ല. എല്ലാവരും ബുദ്ധിമുട്ടാറുണ്ട് ഈ ഡെറിവേഷൻ ഡെറൈവ് ചെയ്യാൻ. ഒരു ബുദ്ധിമുട്ടുമില്ല. വെരി സിമ്പിൾ, സിമ്പിളായിട്ട് പറയാം. കണ്ടോ, കഴിഞ്ഞു. ഒന്നാം സ്റ്റെപ്പ്. ഞാൻ മാസിനൊന്ന് മാറ്റി കൊടുക്കുക. ഇവിടെ നമുക്ക് ഫ്ലൂയിഡ് ആയതുകൊണ്ടേ മാസിന് ഇമ്പോർട്ടൻ്റ് ഇല്ല, നമ്മളിപ്പോൾ ഡെൻസിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം മാസിന് ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ, ഇവിടുത്തെ വോളിയം ഡെൽറ്റ വി എന്നാ പറയാം. ഓക്കെ, സിമ്പിൾ. ഇനി നോക്കൂ, രണ്ടാമതായിട്ട് പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച്. നോക്കൂ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി mgh2, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി mgh1. അതിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ mgh2 മൈനസ് mgh1. mജിനെ പുറത്തെടുത്താൽ mgh2 മൈനസ് h1. എടാ, മാസിന് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഡെൽറ്റ വി. കഴിഞ്ഞു. ഇതുപോലെ ടോട്ടൽ വർക്ക് കാണാം. ടോട്ടൽ വർക്ക് പറഞ്ഞാൽ രണ്ടും കൂടി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വർക്ക്. അപ്പോൾ P1 ഡെൽറ്റ വി മൈനസ് P ഡെൽറ്റ വി. ഇത് തിരിച്ചെഴുതരുത് കേട്ടോ, ഇത് മൈനസ് ഇത് ചെയ്യരുത്. ഓക്കെ, അതിന് കൃത്യമായിട്ട് റീസൺ കൃത്യമായിട്ട് നമ്മുടെ ആപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കണം. എന്തായാലും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല.
നമുക്ക് വേഗം പോയിന്റിലേക്ക് പോകാം. അപ്പോൾ P2 ഡെൽറ്റ വി മൈനസ് P1 ഡെൽറ്റ വി P1 ഡെൽറ്റ വി മൈനസ് P ഡെൽറ്റ വി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഡെൽറ്റ വിനെ പുറത്തെടുത്താൽ P1 മൈനസ് P2 ഡെൽറ്റ വി. ഇനി വർക്ക് എനിക്ക് അപ്ലൈ ചെയ്യാം. എടാ വർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജിയാണ്. അപ്പോൾ ഡെൽറ്റ വർക്ക് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ കെ പ്ലസ് ഡെൽറ്റ യു ആണ്. ഇവിടെ പൊട്ടൻഷ്യൽ എനർജിൻ്റെ കൈൻഡ് എനർജി ഉണ്ട്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കി. എടാ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ നോക്കൂ എല്ലാതും ഡെൽറ്റ വിൻ്റെ ഇവിടെ ഡെൽറ്റ വിൻ്റെ ഇവിടെ ഡെൽറ്റ. അപ്പോൾ സ്വാഭാവികം ഡെൽറ്റ വികൾ ക്യാൻസൽ ആയി പോകും. ബാക്കി മാത്രം എഴുതിയാൽ മതി. P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു റോ ജി H2 മൈനസ് റോ ജി H1 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് ഹാഫ് റോ V1 സ്ക്വയർ. ക്ലിയർ. ഇനി 1 എന്ന് പറഞ്ഞ ടേമുകളൊക്കെ ഒരു സൈഡിൽ കൊണ്ടുവരാം. ഇവിടെ ഓൾറെഡി P1 ആണ്. അപ്പോൾ ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് റോ ജി H1, ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹാഫ് റോ V1 സ്ക്വയർ. ഇതാണ് നമുക്ക് ഫസ്റ്റ് സൈഡിൽ കിട്ടുന്നത്. 2 ആണ് ടേം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ P2 പ്ലസ് റോ ജി H2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ. ഇതാണ് ബെർണോളിസിസ് പ്രിൻസിപ്പിളിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡെറിവേഷൻ. ഈ ഡെഫിനിഷൻ മറന്നുപോലെ. ഡെഫിനിഷൻ വെരി ഈസി. ഇത്രേ ഉള്ളൂ. പ്രഷർ പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഫോർ എ ഫ്ലോയിങ് ഫ്ലൂയിഡ്. ഒരു ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ലിക്വിഡ് ഫ്ലൂയിഡ് ആണെന്നുണ്ടെങ്കിൽ അതിലെപ്പോഴും പ്രഷർ പെർ യൂണിറ്റ് വോളിയവും ഡെൻസിറ്റി പെർ യൂണിറ്റ് വോളിയവും കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയവും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ബെർണോളിസിസ് പറയുന്നത്. ഓക്കെ, ഇത് നോക്കൂ. ബെർണോളിസിന്റെ ഒരു അപ്ലിക്കേഷൻ ആയിട്ട് ടോറിസെല്ലിസ് ലോ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് എ ഫ്ലക്സ് നോക്കി. ഇത്രയേ ഉള്ളൂ. ഒരു വാട്ടർ ടാങ്ക്. ഈ ടാങ്കിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. വെള്ളം നിറച്ചിട്ടതിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു പൈപ്പിന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം ഇതിൽ പുറത്തേക്ക് പോകും. അത് തന്നെ കോൺസെപ്റ്റ്. നോക്കി. അപ്പോൾ ഈ ഭാഗത്തുണ്ടാകുന്ന പ്രഷറിനെ P2 എന്നും ഇവിടുത്തെ എയറിനെ A2 എന്നും. ഓക്കെ, ഇവിടെ വാട്ടർ ഫ്ലോ പുറത്തേക്ക് ഫ്ലോ അല്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ വാട്ടറിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. പക്ഷെ ഇതിലൂടെ വാട്ടർ ഫ്ലോ പോകും. ആ വാട്ടറിന്റെ വെലോസിറ്റി V1. അവിടുത്തെ ഓപ്പൺ ആയതുകൊണ്ട് അവിടുത്തെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. അതിൻ്റെ ഏരിയ A1 എന്ന് കൊടുക്കുന്നു. ഇത് നോക്കട്ടെ. ഞാൻ ഒരു ഹൈറ്റ്, ഈ കാണുന്ന ഹൈറ്റിനെ ഞാൻ Y1 എന്ന് പറയാണ്. ഓക്കെ, ഈ കാണുന്ന ടോട്ടൽ ഹൈറ്റിനെ ഞാൻ Y2 എന്നും പറയാണ്. നോക്കി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ Y2 മൈനസ് Y1, ഈ വലിയ ഹൈറ്റിൽ നിന്ന് ചെറുത് കുറച്ച് നമുക്ക് ചെറിയ ഹൈറ്റ് കിട്ടും. അതിന് ഞാൻ സ്മോൾ ലെറ്റർ H എന്ന് വിളിക്കുന്നു. Y2 മൈനസ് Y1 എന്ന് പറഞ്ഞാൽ H ആണ്. അതൊന്ന് ഓർത്ത് വെക്കുക. ഡയഗ്രം കഴിഞ്ഞു. ഇനി ബെർണോളിസിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. ബെർണോളിസിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഇവിടുത്തെ പ്രഷർ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ഈക്വൽ ടു ഇവിടുത്തെ പ്രഷർ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക്. അത്രേ ഉള്ളൂ. നോക്കുക. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടുത്തെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പോൾ PA. അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി കണ്ടോ H റോ ജി. H എന്ന് പറഞ്ഞാൽ ഇവിടെ Y1 ആണ്. അപ്പോൾ Y1 റോ ജി. അവിടുത്തെ കൈനറ്റിക് എനർജി ലിക്വിഡ് പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഹാഫ് റോ V1 സ്ക്വയർ. ഇവിടെ പ്രഷർ ഉണ്ട് കേട്ടോ. അപ്പോൾ P ആണ്. അപ്പോൾ P എന്ന് കൊടുക്കുന്നു. അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. Y2 ഹൈറ്റിലാണ്. അപ്പോൾ Y2 റോ ജി. അവിടെ വെലോസിറ്റി ഇല്ല, 0. ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് കാണേണ്ടത് V1 ആണ്. ഇനി V1 കാണാൻ ഒരു പണിയില്ല. വേഗം V1 മാത്രം, V1 ടേമിനെ മാത്രം അവിടെ നിർത്തി ബാക്കി റൈറ്റിലേക്ക് കൊണ്ടുപോയി. നോക്കൂ. അപ്പോൾ ഇത് റൈറ്റിലേക്ക് വരുമ്പോൾ P മൈനസ് PA. ഇവിടെ ഓൾറെഡി Y2 റോ ജി ഉണ്ട്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് Y2 റോ ജി. രണ്ടിന്നും റോജിനെ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ Y2 മൈനസ് Y1. എടാ Y2 മൈനസ് Y1 എന്ന് പറഞ്ഞാൽ ഈ ഡയഗ്രത്തിൽ നിന്ന് കിട്ടും H ആണ്. ഓക്കെ, ഇനി മൊത്തം 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 അല്ലെങ്കിൽ 2നെ റൈറ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 2P മൈനസ് PA 2 റോ ജി H. ഇനി റോനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ റോ ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ റോയും ക്യാൻസൽ ആയി പോയി. 2GH. നോക്കൂ, ഇതാണ് V1 എന്ന വെലോസിറ്റി. ക്ലിയർ ആണോ? റൂട്ട് ഓഫ് P മൈനസ് PA ഡിവൈഡഡ് ബൈ റോ പ്ലസ് 2GH. ഇതാണ് ഈ ഫ്ലൂയിഡ് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന വെലോസിറ്റി ഉള്ളത്. ഇനി നോക്കണേ. ആ ടാങ്കിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം നമ്മൾ തുറക്കുകയാണെങ്കിൽ നോക്കൂ, തുറന്നു കഴിഞ്ഞാൽ ഇവിടെയും പിന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. അത് P എന്ന് പറഞ്ഞാൽ PA. അപ്പോൾ ഇക്വേഷൻ നോക്കി. Pക്ക് PA കൊടുത്താൽ PA മൈനസ് PA 0. അപ്പോൾ ഇത് മൊത്തം 0 ആയി പോവും. അപ്പോൾ റൂട്ട് 2GH. ഇതിനാണ് ടോറിസെല്ലിസ് ലോ എന്ന് പറയുന്നത്. അഥവാ ഒരു ടാങ്കിന്റെ ഓപ്പൺ ഭാഗം അല്ലെങ്കിൽ ടോപ്പ് ഭാഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോളിലൂടെ വാട്ടർ പുറത്തേക്ക് വരുന്ന സ്പീഡ് എന്നാൽ ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ഇതാണ് ടോറിസെല്ലിസ് പറയുന്നത്. ക്ലിയർ അല്ലേ? ദ വാട്ടർ flowing outside from a small pipe for a tank, open tank, it will always equal to the velocity of freely falling body. Clear അല്ലേ? വളരെ സിമ്പിൾ ആട്ടോ, ഒന്നുമില്ല. ഓക്കെ, ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. ഈ ഡയഗ്രാം പഠിച്ചു വെച്ചാൽ മതി, വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നോക്കണേ. ഈ ചാപ്റ്ററിൽ പിന്നീടും ചോദിക്കാവുന്ന ഒരു 4 മാർക്കിൽ ചോദിക്കാവുന്ന മറ്റൊരു ഇക്വേഷൻ ആണ് ടെർമിനൽ വെലോസിറ്റി ഡിറൈവ് ചെയ്യാൻ. ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നോക്കൂ, ഒരു സിഗ്മ ഡെൻസിറ്റി ഉള്ള ഫ്ലൂയിഡിലൂടെ
റോ ഡെൻസിറ്റി ഉള്ള ഒരു സ്ഫെറിക്കൽ ഷേപ്പുള്ള ബോഡി താഴേക്ക് വീഴുകയാണെങ്കിൽ, ഓക്കെ, താഴേക്ക് വീഴുകയാണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ആ ബോഡിയിൽ ഏതൊക്കെ ഫോഴ്സുകൾ ഉണ്ടാവും? ഒന്ന്, അതിൻ്റെ വെയിറ്റ് mg താഴോട്ടുണ്ടാവും. ഓക്കെ, മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. അപ്പോൾ ഡെൻസിറ്റിനെ റോ എന്ന് കൊടുത്തു, വോളിയം എന്ന് പറഞ്ഞാൽ 4/3 πr³. ബോളിൻ്റെ റേഡിയസ് ആറാണ്, 4/3 πr³ ഇൻറ്റു ജി ആണ് ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. എടാ അത് മാത്രമല്ല, ഇവിടെ ഒരു ബോയൻസി ഫോഴ്സ് ഉണ്ട്. ഒരു ഫ്ലൂയിഡിലൂടെ അല്ലേ പോകുന്നത്, ആ ബോയൻസി ഫോഴ്സ് നേരെ മുകളിലോട്ട് ആക്ട് ചെയ്യും. ബോയൻസി ഫോഴ്സ്, എടാ ബോയൻസി ഫോഴ്സിൻ്റെ ഇക്വേഷൻ നോക്കണേ, അതും mg എന്ന ഇക്വേഷൻ, പക്ഷെ ചെറിയ മാറ്റം ഉണ്ട്. അവിടെ മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്, ഫ്ലൂയിഡ് ഡെൻസിറ്റി സിഗ്മ, കാരണം ബോയൻസി ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഫ്ലൂയിഡ് ആണ്. അപ്പോൾ സിഗ്മ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 πr³g. അത് രണ്ട് സാധനം മാറി. ഇവിടെ റോ ആണ്, mg എന്ന് പറഞ്ഞ വെയിറ്റ് ആ ബോളിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഡെൻസിറ്റി എടുക്കണം. പക്ഷെ ബോയൻസി ആ ഗ്യാസ് മോളിക്യൂൾ അല്ലെങ്കിൽ ആ ഏത് ഫ്ലൂയിഡിലൂടെയാണോ പോകുന്നത് ആ ഫ്ലൂയിഡാണ്. അപ്പോൾ ഫ്ലൂയിഡ് ഡെൻസിറ്റി ആണ് എടുക്കേണ്ടത്. മാറിപ്പോലെ. ഇതല്ലാതെ വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോഴ്സും കൂടി ആക്ട് ചെയ്യും അല്ലേ, നമ്മുടെ സ്റ്റോക്സ് തിയറമാണ്. സോറി, അത് മറന്നുപോലെ, ന്യൂട്ടൺസ് വിസ്കസ് ഫോർമുല Fv = 6π∗vr. ഓക്കെ, എന്തായാലും ഇനീഷ്യലി ഒരു ബോൾ ഞാൻ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഈ v എന്ന വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ വിസ്കസ് ഫോഴ്സ് 0 ആയിരിക്കും. പക്ഷെ താഴേക്ക് വരും തോറും നോക്കി, ഈ ബോളിന് വെയിറ്റ് കൂടുതലാണ്, ആ മോളിക്യൂളിനേക്കാൾ സിഗ്മനേക്കാൾ കൂടുതലാണെങ്കിൽ Fg എന്ന് പറഞ്ഞ ഫോഴ്സ് താഴോട്ടാ. അപ്പോൾ ഈ ബോഡി നേരെ താഴേക്ക് വീഴും, നല്ല സ്പീഡിൽ മൂവും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ, താഴേക്ക് വരും തോറും ആ ബോളിന്റെ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടും തോറും നോക്കി ആ വിസ്കസ് ഫോഴ്സ് മുകളിലേക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ആണോ അല്ലേ? എടാ പറയും, മുകളിലോട്ട് ഫോഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടി ഒരു പെർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ താഴത്തെ ഫോഴ്സ് എത്രയാണോ, വെയിറ്റ് എത്രയാണോ, അതിനോട് ഈക്വൽ ആകും ടോട്ടൽ നെറ്റ് ഫോഴ്സ്. അഥവാ Fg എന്ന് പറഞ്ഞ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനോട് ഈക്വൽ ആയിരിക്കും Fb + Fv. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നെറ്റ് ഫോഴ്സ് 0 ആയി. നെറ്റ് ഫോഴ്സ് 0 ആയി കഴിഞ്ഞാൽ ആ ബോഡിൻ്റെ ആക്സിലറേഷൻ 0 ആകും. എടാ ആക്സിലറേഷൻ 0 ആകുക എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആകും. ആ കോൺസ്റ്റന്റ് വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. നോക്കണേ, ഇതാണ് ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ വെലോസിറ്റി കൂടി മാക്സിമം, പിന്നെ അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് മാറും. ഇറ്റ്സ് കോൾഡ് ടെർമിനൽ വെലോസിറ്റി. കിട്ടിയല്ലോ. ഇനി നോക്കണേ, അതിൻ്റെ ഡെറിവേഷൻ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Fv എന്ന് പറഞ്ഞാൽ 6π∗vr, Fb എന്ന് പറഞ്ഞാൽ ബോയൻസി ഫോഴ്സ് സിഗ്മ 4/3 πr³g, Fg എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേമുകൾ ക്യാൻസൽ ചെയ്യുക. പൈ ക്യാൻസൽ ആയി പോയി. ഇനി കാണേണ്ടത് വെലോസിറ്റി ആണ്. അപ്പോൾ ഇതാണ് വെലോസിറ്റി. ബാക്കി എല്ലാവരും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. ഇത് പുറത്തേക്ക് വരുന്നു. ഇതിൽ കോമൺ ടേമിനെ പുറത്തെടുക്കുക. കണ്ടോ, 4/3 r³g പുറത്തെടുത്തു. ബാക്കി ഇവിടെ സിഗ്മ ഉണ്ടാകും, ഇവിടെ റോ ഉണ്ട്, സിഗ്മ ഉണ്ട്. ഓക്കെ, കണ്ട് വെലോസിറ്റി ആണ്. അപ്പോൾ 6π ഈറ്റാറിന് റൈറ്റിലേക്ക് കൊണ്ടുവരും. അപ്പോൾ 6π∗vr താഴേക്ക് വരും. ഇനി ഇവിടെ നോക്കി, ഇവിടുന്ന് ഒരു 6ഉം ഇവിടുന്ന് 6ഉം ക്യാൻസൽ ആയി പോയി. ഈ 6ഉം 4 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇവിടെ 2/3 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കൂ, 2/3 സിഗ്മ റോ മൈനസ് സിഗ്മ ഇൻറ്റു gr²/η. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നമുക്ക് പല രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് ഈ സോപ്പ് കൊണ്ട് പതലുണ്ടാക്കിയിട്ടുണ്ടോ, ബബിൾ? ആ സോപ്പ് ബബിൾ ഒരിക്കലും താഴെ പോയിരിക്കില്ല, അത് വാട്ടറിൻ്റെ മുകളിലോട്ട് വരും. അതിന് കാരണം ഈ ബബിളിൻ്റെ ഉള്ളിൽ എയറാ. എടാ എയറിന് വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറവാ. അപ്പോൾ നോക്കൂ, ഈ മീഡിയത്തിൻ്റെ ഡെൻസിറ്റി കൂടും. എടാ മീഡിയത്തിൻ്റെ ഡെൻസിറ്റി സിഗ്മ കൂടിക്കഴിഞ്ഞാൽ എപ്പോൾ ശ്രദ്ധിക്കണേ, ടെർമിനൽ വെലോസിറ്റി പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. നമ്മുടെ കോൺസെപ്റ്റ് ഇത്രയാണ്. അപ്പോൾ ഈ കാണുന്ന ഫ്ലൂയിഡ്, ഇതിനുള്ളിൽ കാണുന്ന ഈ സാധനം ഉണ്ടല്ലോ, ദാറ്റ് മീൻസ് ഈ കാണുന്ന ആ സ്ഫെറിക്കൽ സ്ഫിയർ, അതിന് ഡെൻസിറ്റി കൂടുതലാണെങ്കിലേ ടെർമിനൽ വെലോസിറ്റി താഴേക്ക് വരുള്ളൂ. പക്ഷേ ടെർമിനൽ വെലോസിറ്റി നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ, ഇത് ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ആ ബോഡി മുകളിലേക്കാണ് പോവുക. അതുകൊണ്ടാണ് ക്ലൗഡ്സ് ആകാശത്തിൻ്റെ മുകളിലേക്ക് പോകാൻ കാരണം. അല്ലായിരുന്നെങ്കിൽ ക്ലൗഡ്സ് നമ്മുടെ കാലിൻ്റെ അടിയിൽ ഉണ്ടാകുമായിരുന്നു. ഓക്കെ, ഇരിക്കട്ടെ, എന്തായിരുന്നാലും ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് കാപ്പിലറി റൈസ്. ഒന്നുമില്ല, ഒരു ബീക്കർ എടുക്കുന്നു, അതിലേക്ക് ഒരു ലോങ് ട്യൂബിനെ ഇമ്മേഴ്സ് ചെയ്യുന്നു. അപ്പോൾ വാട്ടർ ഒരു H ഹൈറ്റിലേക്ക്, മെർക്കുറിയോ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡോ H ഹൈറ്റിലേക്ക് റൈസ് ചെയ്യുക. നമ്മൾ പല വീടുകളിലും കണ്ടിട്ടുണ്ട്. ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ വേണ്ട, നമ്മൾ ചായ കുടിക്കാറുണ്ടല്ലോ, ഈ ചായയിൽ ബിസ്ക്കറ്റ് ഒപ്പാറില്ലേ, ആ ബിസ്ക്കറ്റ് നമ്മൾ കുറച്ച് താഴ്ത്തി ഇട്ടാലും ആ ഫ്ലൂയിഡിനെ മുകളിലോട്ട് ഇങ്ങനെ റൈസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് കാപ്പിലറി റൈസ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോക്കാം. നമുക്ക് അതിൻ്റെ ഡെറിവേഷനിലേക്ക് പോവാം. ഈ ട്യൂബിൻ്റെ ഉള്ളിൽ കാണുന്ന കോൺകേവ് സ്ട്രക്ചർ എടുത്തിട്ടുണ്ട്. ഓക്കെ, റേഡിയസ് 6. അവിടെ ഞാൻ പതിയെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ഈ കാണുന്ന ആംഗിൾ A,
അഡ്ജസ്റ്റ് സൈഡ് എ. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് കോസ് തീറ്റ കാണാം. എടാ കോസ് തീറ്റ പറഞ്ഞാൽ അഡ്ജസ്റ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്, എ ബൈ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 6 കിട്ടുന്നത് എ ബൈ കോസ് തീറ്റ. 6 കിട്ടിക്കഴിഞ്ഞാൽ ഇനി വെരി സിമ്പിൾ, എക്സസ് പ്രഷർ ഇൻസൈഡ് ബബിൾ നമുക്കറിയാം 2s ബൈ ആർ. എസ് എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്. നോക്കൂ, അപ്പോൾ ഇവിടെ ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ എന്ന് പറഞ്ഞാൽ എ ബൈ കോസ് തീറ്റ. അപ്പോൾ കോസ് തീറ്റ മോളിൽ പോകും, റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. എടാ ഡെൽറ്റ പി എന്ന് പറഞ്ഞ എച്ച് റോ ജി, നമുക്ക് ആ ഹൈറ്റാണ് കാണേണ്ടത്, കാപ്പിലറി റേസിന്റെ ഹൈറ്റ്. അപ്പോൾ ഡെൽറ്റ പി എന്നാൽ എച്ച് റോ ജി ആണ്. അപ്പോൾ ഇവിടുന്ന് ഹൈറ്റ് കിട്ടും എച്ച് ഇസ് ഈക്വൽ ടു 2s കോസ് തീറ്റ ഡിവൈഡ് ബൈ റോ എ ജി. ഇതാണ് കാപ്പിലറി ഹൈറ്റിന്റെ ഇക്വേഷൻ. നോക്കണേ, അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഇതാണ് ഫ്ലൂയിഡ്സിൽ നോക്കേണ്ടത്. ഈ സോളിഡ്സ് ചെറിയൊരു ചാപ്റ്റർ ആണ്, ഒരു 2 മാർക്കോ 3 മാർക്കോ മാക്സിമം 4 മാർക്കിനോ ചോദിക്കാവുന്ന സെക്ഷൻ. ആകെ അറിഞ്ഞിരിക്കണം 3 പോയിന്റ്, സ്ട്രെസ്, സ്ട്രെയിൻ, സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഓക്കെ, നോക്കാം. ഡിഫൈൻ സ്ട്രെസ്, ഒന്നുമില്ല, ഇസ് എ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ സ്ട്രെസ്സുകൾ 3 തരത്തിലുണ്ട്. ടൈപ്പ് ഓഫ് സ്ട്രെസ്സുകൾ ഏതൊക്കെയാണ്? 3 തരത്തിൽ നമുക്കറിയാം. ലീനിയർ, വോളിയം, ഷിയർ, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ, ബൾക്ക്, ടാൻജൻഷ്യൽ ഓർ ഷിയറിംഗ്. ഓക്കെ, ഇതൊക്കെയാണ് 3 സ്ട്രെസ്സുകൾ ഉള്ളത്. മറ്റൊന്ന് എക്സ്പ്ലെയിൻ സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ്റെ റേഷ്യോനെയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. നോക്കൂ, 3 ടൈപ്പ് സ്ട്രെയിനുകളുണ്ട്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ, വോളിയം, ഷിയറിംഗ്. എടാ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ലെങ്ത്തിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അതിനാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ വോളിയത്തിൽ ചേഞ്ച് വരുന്നതാണ്. അപ്പോൾ ഡെൽറ്റ വി ബൈ വി. ഓക്കെ, ഇനി ഷിയറിംഗ് സ്ട്രെയിൻ നോക്കണേ. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ടാൻജൻഷ്യൽ ഫോഴ്സാണ്. ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ നല്ല കട്ടിയുള്ള ബുക്ക് എടുത്തിട്ട് അതിൽ ഏറ്റവും മുകളിൽ പതുക്കൊന്ന് ഫിംഗർ വെച്ച് നോക്കിയിട്ടുണ്ടോ? ആ മുകളിലത്തെ ഭാഗം മാത്രം അങ്ങ് നീങ്ങിപ്പോകും. താഴത്തെ അതുപോലെ തന്നെ ഇരിക്കും, ഇതുപോലെ. താഴത്തെ ഭാഗം അതുപോലെ ഇരിക്കും, മുകളിലത്തെ ഭാഗം മാത്രം നീങ്ങിപ്പോവുക. അപ്പോൾ അതുപോലെ നടക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ചെറിയൊരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെ. അപ്പോൾ ഈ കാണുന്ന എക്സ് ആണെങ്കിൽ ഇത് ഡെൽറ്റ എക്സ്, ഇത് എൽ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ആണ്, ഒറിജിനൽ ഡയമെൻഷൻ എൽ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ എൽ. അതിന് വേണമെങ്കിൽ നമുക്ക് ടാൻ തീറ്റ എന്ന് പറയാം. ടാൻ തീറ്റ എന്നാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. തീറ്റ വെരി സ്മോൾ, അത് ചെറിയ ചെറിയ സ്മോൾ ഡിസ്റ്റൻസ് ആണെങ്കിൽ ടാൻ തീറ്റനോട് ഈക്വൽ ആയിരിക്കും. ഇതാണ് ഷിയറിംഗ് സ്ട്രെയിനിന്റെ ഇക്വേഷൻ. നോക്കുക, ഇവിടെ ഹുക്സ് ലോ ഒന്നുമില്ല, സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. നമ്മൾ എത്രത്തോളം സ്ട്രെസ് കൊടുക്കുന്നുണ്ടോ അതിന്റെ ലെങ്ത് കൂടാൻ സ്ട്രെയിൻ കൂടാനേ ശ്രമിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് കോൾഡ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. നോക്കണേ, അപ്പോൾ സ്ട്രെസ്സിന് ഡയമെൻഷൻ ഉണ്ട്, സ്ട്രെയിന് ഡയമെൻഷന് യൂണിറ്റ് ഒന്നും ഇല്ല കേട്ടോ, തെറ്റിക്കരുത്. ഓക്കെ, പക്ഷേ അപ്പോൾ മോഡുലസിന് ഡയമെൻഷൻ ഉണ്ട്, യൂണിറ്റും ഉണ്ട്. അത് പാസ്കലാണ് യൂണിറ്റ്. പ്രഷറിന്റെ അതേ ഡയമെൻഷൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഓർത്തിരിക്കണേ. സ്ട്രെസ് സ്ട്രെയിൻ കർവ് നോക്കൂ, ഈ കാണുന്ന പേന, ഇതിൽ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടാൻ തുടങ്ങും. ഓക്കെ, ഇപ്പം ഞാൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ലെങ്ത് മാറുന്നുണ്ട്. പക്ഷേ ഞാൻ വിട്ട് കഴിഞ്ഞാൽ അവർ തിരിച്ച് ആ മോളിക്യൂൾസ് പഴയ പൊസിഷനിലേക്ക് തന്നെ എത്തുന്നുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം സ്ട്രെസ് കൊടുക്കുന്നു അത്രത്തോളം സ്ട്രെയിൻ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, പക്ഷെ പിന്നെ ഞാൻ വീണ്ടും ഫോഴ്സ് കൂട്ടി വരികയാണെങ്കിൽ, ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പൊസിഷൻ മാറാൻ തുടങ്ങും. മാറാന്ന് പറഞ്ഞാൽ ആ ഒരു എലാസ്റ്റിക് ബിഹേവിയർ നിർത്തും, പിന്നെ എലാസ്റ്റിക് ആവില്ല. ഓക്കെ, പിന്നെ ഫോഴ്സ് എടുക്കുന്നതനുസരിച്ച് പിന്നെ ഷേപ്പ് മാറാം. അത് നോക്ക്, എ എന്ന് പറഞ്ഞ പോയിന്റിനെ പ്രൊപ്പോർഷൻ ലിമിറ്റ് എന്ന് പറയും. കാരണം അവിടെയാണ് ഹുക്സ് ലോ ഒബേ ചെയ്യുന്നുള്ളൂ. സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. പിന്നെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആ മോളിക്യൂൾ പഴയ പൊസിഷനിലേക്ക് വരാൻ ശ്രമിക്കും, പക്ഷെ പൂർണ്ണമായിട്ട് വരാൻ പറ്റാത്തൊരു സ്റ്റേറ്റ് വരും ബി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ബിനെ നമ്മൾ എലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്നൊക്കെ പറയാറുണ്ട്. അവിടെ വെച്ച് എലാസ്റ്റിക് ബിഹേവിയർ നിന്നു. വീണ്ടും നമ്മൾ അതിനൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരില്ല. പിന്നെ അത് പ്ലാസ്റ്റിക് റീജിയൻ ആണ്. ഓക്കെ, അങ്ങനെ വന്ന് ഒരു പെർട്ടിക്കുലർ പോയിന്റ് വീണ്ടും ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോവും, എല്ലാ വസ്തുക്കളും പൊട്ടിപ്പോവും. മറന്നല്ലേ, ഇവിടെ നമ്മൾ എലാസ്റ്റിക് ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ അത് റബ്ബറിനെ കുറിച്ചല്ല പറയുന്നത്, മനസ്സിലാക്കണം. മോർ എലാസ്റ്റിക് ഉള്ള മെറ്റീരിയൽ സ്റ്റീലാണ്. കാരണം അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക് വയേഴ്സുകളും ക്രെയിനിലൊക്കെ ഉപയോഗിക്കുന്ന വയേഴ്സുകൾ സ്റ്റീൽ ഉപയോഗിക്കാൻ കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ എലാസ്റ്റിക് ബിഹേവിയർ ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാത്തത് എന്നർത്ഥം. അഥവാ ആ എലാസ്റ്റിക് അത്തരത്തിലുള്ള മെറ്റീരിയൽ പെട്ടെന്ന് പൊട്ടിപ്പോകാത്ത മെറ്റീരിയൽ ആണെങ്കിൽ അവർക്ക് ഈ ഒരു റീജിയൻ കൂടുതൽ, പ്ലാസ്റ്റിക് റീജിയൻ കൂടുതലായിരിക്കും. നമുക്ക് നോക്കാം, ജസ്റ്റ് നോക്കൂ, ഇവിടെ 2 ഗ്രാഫുകൾ വന്നിട്ടുണ്ട്. ഇതൊരു പ്രധാന ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ഗ്രാഫിൽ ഏതാണ് ഡക്റ്റൈൽ, ഏതാണ് ബ്രിട്ടിൽ, ഏതാണ് പൊട്ടാത്തത്,
ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടുന്നത്. പറയൂ, ഇവിടെ നോക്കി നോക്കി, ഇതിന് എലാസ്റ്റിക് റീജിയൻ പ്ലാസ്റ്റിക് റീജിയൻ കൂടുതലാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടൂല, ഡക്റ്റൈലാണ്. ഇത് പെട്ടെന്ന് പൊട്ടും, ബ്രിട്ടിൽ. വെരി സിമ്പിൾ. ഇനി ഇവിടെ ഗ്രാഫിന്റെ സ്ലോപ്പ് വെച്ച് ചോദിക്കാം. സ്ലോപ്പ് കൂടുതലുള്ളതാണോ ഒരുക്കാണ് മോഡുലസ് ഓഫ് എലാസിറ്റി കൂടുതലുണ്ടാവുക? ഓക്കെ, അത് ഓർത്തിരിക്കണേ. മറ്റൊരു ക്വസ്റ്റൻ ആണ്, ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് എലാസിറ്റി. നമുക്ക് 3 ടൈപ്പാണുള്ളത്: യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ്. ഒന്ന് ശ്രദ്ധിച്ചേ. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ. ബൾക്ക് എന്ന് പറഞ്ഞാൽ ലോങ്ങിറ്റ്യൂഡ് സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ ആണ്. സ്ട്രെയിൻ്റെ ഇക്വേഷൻ ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ഓക്കെ, ഇനി ബൾക്ക് ആണെങ്കിൽ വോളിയം സ്ട്രെസ് ഡിവൈഡ് ബൈ വോളിയം സ്ട്രെയിൻ ആണ്. നേരെ കൊടുക്കുക. സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എഫ് ബൈ എൻ ആണ്. വോളിയം ഡിക്രീസിങ് ആയതുകൊണ്ട് നെഗറ്റീവ് ഇടാറുണ്ട്. ഓക്കെ, ഡെൽറ്റ വി ബൈ വി ആണ് വോളിയം സ്ട്രെയിൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയക്ക് പ്രഷർ എന്ന് കൊടുക്കാം. അപ്പോൾ മൈനസ് പി വി ഡിവൈഡ് ബൈ ഡെൽറ്റ വി എന്നുള്ളൊരു ഇക്വേഷനും പറയാം. എടാ, ഷിയർ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഷിയറിംഗ് സ്ട്രെസ് ഡിവൈഡ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ ആണ്. ഷിയറിംഗ് സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ, ഷിയറിംഗ് സ്ട്രെയിൻ നമുക്ക് തീറ്റ എന്ന് പറയാം. ഇങ്ങനെ 3 ടൈപ്പ് മോഡുലസ് ഓഫ് എലാസിറ്റികളും അവരുടെ ഇക്വേഷൻ ഉണ്ട്. മേ ബി യങ്സ് മോഡുലസ് വെച്ചുള്ള പ്രോബ്ലംസും കൂടി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ.